അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബം ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. നമ്മൾ ഓരോരുത്തരും ഏതോ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചപ്പാട് കുടുംബമാണ് എന്ന് ഏവർക്കും അറിയാം, അതേത് സമൂഹത്തിലും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. കാറ്റ്, കടല്, കാട്, ഈ മൂന്നിനെയും അറിയാത്ത ആരും ഉണ്ടായിരിക്കില്ലല്ലോ. ഒരു ദിവസം കാറ്റും കടലും കാടും കൂടെ ഒരു മത്സരം വെച്ചു. ഏതാണ് ഈ ഭൂമിയിലെ സുന്ദരമായ കാഴ്ച? സ്വാഭാവികമായിട്ടും ഇതിലെ ലീഡർ ആരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. എല്ലായിടത്തും സഞ്ചരിക്കുന്ന, എല്ലാവരെയും തൊട്ട് തലോടി പോകുന്ന കാറ്റ് ചെന്ന് കടലിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എന്താണ് ഈ ഭൂമിയിലെ സുന്ദരമായ കാഴ്ച? നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണ് അസ്തമയ സൂര്യനെ. ഏവരും എത്ര കണ്ടാലും മതി വരാത്ത, ഇനിയും ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ കടലിനൊരു അഹങ്കാരമുണ്ട്. എൻ്റെ മടിത്തട്ടിലേക്ക് ഊർന്നു വീഴുന്ന അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. കടൽ സ്വാഭാവികമായി മറുപടി പറഞ്ഞു. നമ്മുടെ കാറ്റിന് തൃപ്തിയായോ? ഇല്ല. കാറ്റ് പറഞ്ഞു, അല്ല, അതല്ല. വീണ്ടും അങ്ങനെ കാടിനടുത്തേക്ക് പോയി. കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കാട്. വ്യത്യസ്ത നിറത്തിലുള്ള, വ്യത്യസ്ത രൂപത്തിലുള്ള വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, വർണ്ണവും രൂപവും ഭാവവും ഒക്കെ വ്യത്യസ്തമായ ഒരു ജൈവ സമ്പുഷ്ടത. അതുകൊണ്ട് തന്നെ കാട് പറഞ്ഞു, എൻ്റെ ഉള്ളിലെ ജൈവ വൈവിധ്യമാണ് ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. നമ്മുടെ കാറ്റിന് തൃപ്തിയായോ? ഇല്ല. കാറ്റ് വീണ്ടും അലഞ്ഞു. അങ്ങനെ അലഞ്ഞലഞ്ഞ് നമ്മുടെയൊക്കെ അരികിലൂടെ കാറ്റ് വന്നു. അങ്ങനെ വീണ്ടും കാറ്റ് ചെന്ന് കാടിൻ്റെയും കടലിൻ്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതല്ല ശരി. ഞാൻ കണ്ടു ഒരുപാട് ആളുകളെ, ഒരുപാട് രാജ്യത്തൂടെ ഞാൻ സഞ്ചരിച്ചു. അപ്പോൾ അവിടെ കണ്ടു ആവലാതികളില്ലാത്ത, പരിഭവമില്ലാത്ത, പരാതികളില്ലാത്ത, സ്നേഹവും സന്തോഷവും സായുജ്യവുമുള്ള ഒരുപാട് കുടുംബങ്ങളെ. അച്ഛനും അമ്മയും കുഞ്ഞും അടങ്ങുന്ന ഒരു സുന്ദരമായ കുടുംബമെന്ന സങ്കല്പം, അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും സൗന്ദര്യമുള്ളത്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അത്തരം സൗന്ദര്യമുള്ള ഒരു കുടുംബത്തിനു വേണ്ടിയാണ്. എന്നാൽ സമകാലീന സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരം സൗന്ദര്യമുള്ള കുടുംബങ്ങളാണോ? പണ്ടത്തെക്കാളേറെ ഒരുപാട് മതകീയ ചിന്തകളും മത അധ്യാപനങ്ങളും കൂടി വന്ന ഈ കാലഘട്ടത്തിൽ കുടുംബം എന്ന സങ്കല്പം കൂടുതൽ സുന്ദരമാകേണ്ടതല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് ദിനേന വരുന്ന ദിനപത്രങ്ങളും അതുപോലെ ദൃശ്യമാധ്യമങ്ങളും നമ്മുടെ മുന്നിൽ ഇതിന് വിപരീതമായ ഒരു കാഴ്ചയൊരുക്കുന്നു? ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുമായിരിക്കാം. എന്നാൽ എല്ലാറ്റിനും ട്രെയിനിങ് കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ, ഒരു തേനീച്ച വളർത്തുന്നതാണെങ്കിലും പശു വളർത്തുന്നതാണെങ്കിലും അല്ലെങ്കിൽ കൂൺ വളർത്തുന്നതാണെങ്കിലും ഒരു ട്രെയിനിങ് കിട്ടുന്ന കാലഘട്ടത്തിൽ നമുക്കൊക്കെ എവിടെ നിന്നാണ് നല്ല മജ്ജയും മാംസവുമുള്ള, നല്ല ഒരു പേഴ്സണാലിറ്റിയുള്ള ഒരു കുട്ടിയെ ഈ ഭൂമിയിലേക്ക് വളർത്തി വലുതാക്കി സമൂഹത്തിന് കൊടുക്കാൻ നമുക്ക് എവിടെ നിന്നാണ് ട്രെയിനിങ് കിട്ടിയത്? അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരമൊരു ട്രെയിനിങ് നമുക്ക് അനിവാര്യമല്ലേ? അത്തരമൊരു പരിശീലനത്തിന്റെ അഭാവമായിരിക്കാം ഇന്ന് സമൂഹത്തിൽ നാം കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തോന്നുന്നു. വ്യത്യസ്തരായ ആളുകളുടെ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും അത് ശരിയാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സങ്കല്പത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ജീവസുറ്റ, ഏറ്റവും അടിസ്ഥാനപരമായ കുടുംബം എന്ന് പറയുന്നതിന് നമ്മൾ വീട് എന്നതിന് നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. വീടിന് ഏറ്റവും യുക്തമായ പദം മസ്കൻ എന്നാണ് ഉപയോഗിക്കാറ്, അഥവാ സമാധാനത്തിന്റെ ഇടം. മറ്റെല്ലായിടത്തും അലയുന്ന ഒരാള് സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ വീടിന് വീട് എന്ന അർത്ഥം പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടൊക്കെ ഒരു മസ്കനുകളാവാൻ, സമാധാനത്തിന്റെ ഇടങ്ങളാവാൻ തീർച്ചയായും നാം ഒരർത്ഥത്തിൽ ചിന്തിച്ചേ പറ്റൂ. ഒരു സ്ത്രീയും പുരുഷനും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ അവർക്ക് മുന്നിൽ ഒരു പുതിയ കുടുംബം രൂപപ്പെടുന്നു. ആ ഘടകം
തീർച്ചയായും വീണ്ടും അവരിലൂടെ ഒരു പുതിയ കുഞ്ഞ് ഈ ലോകത്ത് ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവിടെ കുഞ്ഞിനേക്കാൾ കൂടുതൽ ഉപരിയായി പ്രാധാന്യമുള്ള ഒരു വ്യക്തി ജനിക്കുന്നു, മാതാവ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ മാതാവിന് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണ് ഒരു സഹാബി വന്നത് പ്രവാചകനോട് ചോദിച്ചു, ആർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് പ്രവാചകരെ? നിന്റെ മാതാവിനോട്. വീണ്ടും ആവർത്തിച്ചപ്പോൾ വീണ്ടും മാതാവിനോട്, വീണ്ടും ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, നാലാമത് മാത്രമാണ് പിതാവിനോട് പറഞ്ഞത്. ഇവിടെയാണ് സ്ത്രീയും പുരുഷനും എന്ന സങ്കല്പത്തിനും അപ്പുറം മാതാവും പിതാവും അടങ്ങുന്ന സങ്കല്പത്തിന് അതിൽ മാതാവിന് ഒരു പ്രോമിനന്റായ, ഒരു പ്രാധാന്യമുള്ള ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു വെച്ചാൽ, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ ആ ഗർഭധാരണത്തോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ അവന്റെ വ്യക്തിത്വ വികാസത്തിന്റെ ഘടകങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ എന്തൊക്കെ അനുഭവിക്കുന്നുവോ, നമ്മുടെ പഴയ ആളുകൾ പറയാറില്ലേ, ഗർഭിണിയായ ഒരു സ്ത്രീയെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത്, നിങ്ങൾ ഒരിക്കലും പേടിയുള്ള കാര്യങ്ങൾ പറയരുത്, അല്ലെങ്കിൽ അവളെ ഭയപ്പെടുത്തരുത് എന്നൊക്കെ. ഒരുപക്ഷെ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ശാസ്ത്രീയമായി തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ആദ്യ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ എന്ത് കേട്ട് വളരുന്നുവോ, എന്ത് അനുഭവിച്ചു വളരുന്നുവോ, ഏതു തരത്തിലുള്ള വികാരങ്ങളാണോ അവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, അതാണ് ആ കുഞ്ഞിന്റെ പേഴ്സണാലിറ്റിയെ ബാധിക്കുക. ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവന്റെ 25% ബ്രെയിൻ ഡെവലപ്മെന്റ്, മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയായിരിക്കും. ഈ 25% വളരുന്നതോടൊപ്പം അവന്റെ ബ്രെയിനിലെ എല്ലാ ന്യൂറോൺസും പ്രവർത്തനക്ഷമമായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഒരു മാതാവിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം 3 തരത്തിലാണ് ഈ ലോകത്ത് കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത്. ഒന്ന് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചുകൊണ്ട്, തനിക്കൊരു കുഞ്ഞു വേണമെന്ന് അദമ്യമായ ആഗ്രഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടുകൂടി കുഞ്ഞിനെ സ്വീകരിക്കുന്ന ഒരു നിലപാട്. രണ്ടാമത്തത് അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായിട്ട്, ഒരു കുഞ്ഞ് ഉണ്ടായി ആയിക്കോട്ടെ എന്നുള്ള ഒരു സാധാരണ നിലപാട്. അതിനപ്പുറം അബ്യൂസ്, പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു കുഞ്ഞ്. ഈ 3 തരത്തിലാണ് ഓരോ മനുഷ്യ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല പേഴ്സണാലിറ്റിയുള്ള കുട്ടികളാവുന്നത് എക്സ്പെക്റ്റഡ് ചൈൽഡ്സ് ആണ്, അഥവാ പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടുണ്ടാവുന്ന കുട്ടികൾ. അവരുടെ ഗർഭാവസ്ഥയിൽ തന്നെ അവരുടെ പാരൻസിന്റെ മനോഭാവം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചിന്തകളെല്ലാം, പ്രത്യേകിച്ച് ഒരു അമ്മയുടെ ചിന്തയും അമ്മയുടെ സന്തോഷങ്ങളും ആ കുഞ്ഞിന്റെ ഏറ്റവും നല്ല വളർച്ചയെ, അല്ലെങ്കിൽ അവന്റെ ബുദ്ധിപരമായ വളർച്ചയെ വളരെ നന്നായിട്ട് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മാതാക്കളുടെ സമീപനമാണ് ഒരു കുഞ്ഞിനെ, അവനെ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവനാക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അമ്മയുടെ മടിത്തട്ടാണ്. ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ അവൻ ഏറ്റവും ആദ്യം അറിയുന്ന നിശ്വാസം തൻ്റെ അമ്മയുടേതാണ്. ഏറ്റവും ആദ്യം അറിയുന്ന സ്പർശനം തൻ്റെ അമ്മയുടേതാണ്. ഏറ്റവും ആദ്യം അവൻ ചൂടേറ്റുവാങ്ങുന്നത് അമ്മയുടെ ശരീരത്തിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നുണയുന്നത് അമ്മയുടെ മുലപ്പാലാണ്. ഇവിടെ തന്നെയാണ് ഒരു മാതാവിന്റെ പ്രാധാന്യം ഇസ്ലാം ഊന്നി പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ആലോചിക്കാം, നമ്മുടെ മക്കളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഒരു ഉമ്മയും ഉപ്പയും തൻ്റെ മക്കളോട് സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അതാണ് നമുക്ക് കിട്ടുക, തിരിച്ചു കിട്ടുക. എനിക്ക് എൻ്റെ മകനോട് എത്രത്തോളം സ്നേഹമുണ്ടോ, എത്രത്തോളം ഇഷ്ടമുണ്ടോ, ഞാൻ അവന് എത്രത്തോളം എൻ്റെ സമയവും എൻ്റെ സാമീപ്യവും കൊടുക്കുന്നുണ്ടോ, അത് തന്നെയാണ് എൻ്റെ മകനിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടുക. നിങ്ങൾ ആലോചിക്കുക, മാതാവ് മക്കൾ എന്ന ബന്ധത്തിന്റെ പവിത്രത ഈ ലോകത്ത് മാത്രമല്ല, അതങ്ങ് അനശ്വരമായി പരലോകത്തേക്ക് കൊണ്ട് നീണ്ടു പോകുന്നു. അതൊരു പൊക്കിൾക്കൊടി ബന്ധത്തിനപ്പുറം അവന്റെ ആത്മീയ തലത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയുക ഒരു മാതാവിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവാചകൻ പറഞ്ഞു, മാതാവിന്റെ കാലിനടിയിലാ സ്വർഗം. എനിക്ക് ഇപ്പോഴുള്ള ഈ സമകാലീന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇന്നത്തെ മാതാക്കളുടെ ഏത് മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗമുള്ളത്? മുലയൂട്ടിയതുകൊണ്ട്, ഗർഭധരിച്ചതുകൊണ്ടോ മുലയൂട്ടിയതുകൊണ്ടോ, അവനെ താരാട്ടുപാടി അവൻ ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് വളർത്തിയതുകൊണ്ടോ ഒരു ഉമ്മയുടെ കാലിന് ചുവട്ടിലും സ്വർഗമുണ്ടാകുന്നില്ല, സ്വർഗം രൂപപ്പെടുന്നില്ല. ആ സ്വർഗം രൂപപ്പെടണമെങ്കിൽ അവൾ മാനസികമായും ശാരീരികമായും അതിനപ്പുറം ആത്മീയമായും അവന്റെ പേഴ്സണാലിറ്റിയിൽ വ്യക്തിത്വം ചെലുത്തുന്ന, അവന്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ വ്യക്തിത്വം ചെലുത്തുന്ന ഒരു സുപ്രധാന വ്യക്തിയായി മാറണം. ഉമ്മ എന്ന് പറയുന്നത് ഒരു ശരീരമോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഉപകരണമോ മാത്രമല്ല, അവനെ വ്യക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പരിപൂർണ വ്യക്തിത്വമായിട്ട്, മാതൃകയുള്ള വ്യക്തിത്വമായിട്ട് മാറാൻ കഴിയണം. ആധുനിക മനഃശാസ്ത്ര രീതി അനുസരിച്ച് 3 തരത്തിലുള്ള പാരന്റിംഗ് നിലവിലുണ്ട്. ഒന്ന് അതോറിറ്റേറിയൻ,
അഥവാ അതീശ മനോഭാവത്തോടുകൂടി മക്കളോട് പെരുമാറുന്ന സ്വഭാവം. താൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് എൻ്റെ കുട്ടിയാണ്, അവൻ ഞാൻ ആഗ്രഹിക്കുന്ന പാതയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ വളരണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആജ്ഞകളും അനുസരിക്കാനുള്ള ഒരു ഉപകരണമാണ് എൻ്റെ കുഞ്ഞ്. ഞാൻ അവന് എന്തെല്ലാം കൊടുക്കുന്നുവോ അത് അവനിലൂടെ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ളതാണ്. ഇത്തരം മാതാക്കളും പിതാക്കളും ഒരുപാടില്ലേ ഈ ലോകത്ത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഞാനും നിങ്ങളുമൊക്കെ അതുപോലെയാണോ എങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും നാം ഉദ്ദേശിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് എത്തുന്നില്ല. രണ്ടാമതൊരു കൂട്ടർ ഉണ്ട്, പെർമിസീവ്, അഥവാ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം, അതിനപ്പുറം അവരുടെ കളിപ്പാട്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രസങ്കല്പം, അവരുടെ ബാക്കിയുള്ള എല്ലാ ജീവിത രീതികളും അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു പ്രസക്തിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. അതുകൊണ്ട് കുഞ്ഞ് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ. ഞാനോ എൻ്റെ ചെറുപ്പത്തിൽ ഒരുപക്ഷെ പലതും ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കുഞ്ഞ് ഒരിക്കലും ബുദ്ധിമുട്ടുകൾ അറിയരുത്. അതുകൊണ്ട് എല്ലാം അവന് വകവെച്ചു കൊടുക്കുന്ന, എല്ലാം അനുസരിച്ചു കൊടുക്കുന്ന, മക്കൾക്ക് വേണ്ടി അനുസരിച്ചു കൊടുക്കുന്ന മാതാവും പിതാവും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അത്തരമൊരു കൺസെപ്റ്റും തീർത്തും തെറ്റാണ്. മൂന്നാമതൊരു സങ്കല്പമുള്ളത് ഡെമോക്രാറ്റീവ് പാരന്റിങ്. ഡെമോക്രാറ്റീവ് പാരന്റിങ്ങിൽ അവിടെയാണ് ഇസ്ലാമിക സങ്കല്പത്തിലെ പാരന്റിങ്. കൂടിയാലോചിച്ചുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട്, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരുടെ ഇഷ്ടങ്ങളും ഇവരുടെ പ്രതീക്ഷകളുമൊക്കെ പരസ്പരം പങ്കുവെക്കുകയും എന്നിട്ട് അതിനനുസരിച്ച് മക്കളുടെ വളർച്ചയ്ക്ക് ഒരു താങ്ങും തണലുമാകുന്ന ഒരു വലിയ വടവൃക്ഷമായി അവരുടെ വളർച്ചയെ തടയുകയല്ല, അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ കൂടെ നടത്തിക്കൊണ്ട്, പ്രവാചകൻ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടെ നടന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കൾ വളരുകയാണോ അതോ നാം വളർത്തുകയാണോ? ഇവിടെയാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. പ്രവാചകൻ 3 ഏഴുകളായിട്ട് ഒരു കുഞ്ഞിന്റെ വളർച്ചാഘട്ടത്തെ തീരുമാനിച്ചു. അഥവാ ഒരു കുഞ്ഞ് ജനിച്ചതു മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം, 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം, 14 മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആധുനിക മനഃശാസ്ത്രവും നമ്മളോട് പറയുന്നത് ഈ 3 ഏഴുകളെ കുറിച്ചാണ്. ഈ ആദ്യത്തെ 7-ൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ, അല്ലെങ്കിൽ സെക്ഷൽ കൺസെപ്ഷൻ മുതൽ ഒരു കുഞ്ഞ് ജനിച്ച് 7 വയസ്സാവുന്നവരെയുള്ള കാലഘട്ടം അവന്റെ ഏറ്റവും വലിയ സുപ്രധാനമായ കാലഘട്ടമാണ്. വളർച്ചയുടെ ഘട്ടം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്, അവന്റെ തലയിൽ എഴുത്ത് എന്ന് പറയുന്നതിനെ മനഃശാസ്ത്രപരമായി സ്ക്രിപ്റ്റ് എന്ന് പറയും. ആ സ്ക്രിപ്റ്റ് രൂപപ്പെടുന്ന കാലഘട്ടമാണ് 7 വയസ്സ്. ഈ ഭൂമിയിലേക്ക് നമുക്കറിയാം അള്ളാഹു സൃഷ്ടിച്ചു വിടുന്നത് നിർമ്മല മനസ്കരായ, വെള്ളക്കടലാസ് പോലെ പരിശുദ്ധരായ നല്ല കുഞ്ഞുങ്ങളെയാണ്. ആ കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ കയ്യിലേക്ക് തന്നത്. ആ കുഞ്ഞുങ്ങളെ എങ്ങനെ മാറ്റി തിരുത്തണമെന്ന്, എങ്ങനെ ആക്കി വളർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന പപ്പയും ഉമ്മയുമാണ്. ഈ ആദ്യത്തെ 7-ൽ ഒരു അരുതുകളുമില്ലാതെ വളർത്തുക. നിങ്ങളുടെ കുട്ടികളെ, ഒരു മനഃശാസ്ത്രജ്ഞനായ എറിക് ബേൺ പറയുന്നത് ഇതാണ്: നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും രാജകുമാരന്മാരും രാജകുമാരിമാരുമായി ജനിക്കുന്നു, പക്ഷേ നിങ്ങൾ അവരെ പൊട്ടക്കിണറ്റിലെ തവളകളാക്കി മാറ്റുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ കുട്ടി നാം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ നാം സ്വപ്നം കണ്ട ഒരു തലത്തിലേക്ക് വളർന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് ചിന്തിക്കേണ്ട കാലമാണ്. അവരുടെ 7 വയസ്സിനുള്ളിൽ എത്ര അരുതുകൾ നമ്മൾ അവരോട് പറഞ്ഞു. വേണ്ട, ഇന്ന് നേരം വെളുത്ത് ഇത്ര സമയമാവുമ്പോഴേക്കും നമ്മൾ അവരോട് എത്ര അരുതുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് പോകരുത്, അവിടേക്ക് ചെയ്യരുത്, ഇതെടുക്കരുത്, നീ കയറരുത്. പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അരുതുകൾ സൃഷ്ടിച്ചത്. ഈ അരുതുകളാണ് നാളെ അവർക്ക് മുന്നിൽ, അവരുടെ പേഴ്സണാലിറ്റിയുടെ മുന്നിൽ വലിയൊരു ബാരിയറായി, ഒരു തടസ്സമായി നിലനിൽക്കുന്നത്. ഇത് തീർച്ചയായും നാം കണ്ടേ പറ്റൂ. ഇത്തരമൊരു അരുതുകളില്ലാത്ത ലോകത്തെക്കുറിച്ച് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനേ കഴിയുമായിരിക്കില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നത്. നമ്മൾ എങ്ങനെയാണോ വളർന്നത് അത് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്ന ഒരു പരാതി: നമ്മുടെ കുട്ടികൾക്ക് മുതിർന്നവരോട് ബഹുമാനമില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് പ്രവാചകൻ കയറി വരികയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് സലാം പറയുകയും അവരെ തൊട്ടുതലോടുകയും ചെയ്തിട്ട് മാത്രമേ മുതിർന്നവരുടെ അടുത്ത് പ്രവാചകൻ സംസാരിക്കാറുള്ളൂ. നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് നിങ്ങളുടെ സുഹൃത്തിനെയോ മറ്റോ കാണാൻ വേണ്ടി വാതിൽ തുറക്കാൻ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്നു വരുന്നത് അവിടുത്തെ കുഞ്ഞാണെങ്കിൽ വാപ്പയുണ്ടോ മോനെ എന്നാണ് ചോദിക്കുക. അവനോട് സലാം പറയുകയോ അവനെ ഒന്ന് വിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുകയോ പോലും ചെയ്യാതെ വാപ്പയുണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഉമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഈ ഒരു പ്രകൃതം നമ്മളൊന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവൻ ഒരു പേഴ്സണാലിറ്റി, അവനൊരു വ്യക്തിത്വമുള്ളവനാണ്.
അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഉമ്മമാർ പല സന്ദർഭങ്ങളിലും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവരെ പിറകോട്ട് തള്ളുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ന്യൂറോൺസിന്റെ വളർച്ച പരിപൂർണമായ ഒരു കുഞ്ഞാണ് നമ്മുടെ കൈകളിലേക്ക് വളരുന്നത്. നമ്മുടെ കാഴ്ച, അവന്റെ കേൾവി, നമ്മുടെ പറച്ചിലുകളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞു വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ നാം സ്വീകരിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അവനെ എങ്ങനെയാണോ നാം സമീപിക്കേണ്ടതെന്ന് തീർച്ചയായും നാം പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഏഴിൽ പ്രവാചകൻ പറഞ്ഞു, രണ്ടാമത്തെ ഏഴിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കുകയല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂടുതൽ ശിക്ഷിക്കുകയാണ് നമ്മുടെ മക്കളെ. ഓരോ ദിവസവും വാർത്തകൾ കേട്ടാൽ ബെൽറ്റ് കൊണ്ടടിക്കുന്നതും അതല്ലെങ്കിൽ അലക്കു മെഷീനിലിട്ട് കറക്കിയുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. എങ്ങനെയാണ് വളരെ നൊന്തു പ്രസവിച്ച് ഇഷ്ടത്തോടുകൂടി നെഞ്ചേറ്റി വളർത്തിയ തന്റെ കുഞ്ഞിനെ ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ഇരയാക്കാൻ ഒരു മാതാവിനോ അല്ലെങ്കിൽ ഒരു പിതാവിനോ കഴിയുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിക് ഐഡിയോളജി അനുസരിച്ച് ഒരു കുഞ്ഞ് ഇസ്ലാമിലെ എല്ലാ ക്രമശാസ്ത്ര രീതികളും പഠിക്കേണ്ടത് 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. നമസ്കാരം, ബാക്കിയുള്ള ശുദ്ധിയുടെയും വൃത്തിയുടെയും പാഠങ്ങൾ എല്ലാം പഠിക്കേണ്ടത്. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. അവനെ ശിക്ഷണങ്ങൾ പഠിപ്പിക്കേണ്ട, അവനെ ഈ ലോകത്തെ കർമ്മശാസ്ത്ര രീതികൾ പഠിപ്പിക്കേണ്ട കാലഘട്ടം 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റിത്തിരുത്തലുകൾ വരുത്താം. യഥാർത്ഥത്തിൽ ഒരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തെ നമുക്ക് കൃത്യമായി ശരിക്ക് അവരുടെ ഒപ്പം കൂടാൻ കഴിഞ്ഞാൽ, ഒരു മാതാവിനും പിതാവിനും ഒരു റോൾ മോഡലാകാൻ കഴിഞ്ഞാൽ തീർച്ചയായും അവൻ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമുള്ളവനായി മാറും. നമുക്ക് ശിക്ഷിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ. എല്ലായ്പ്പോഴും നമ്മൾ അവരുടെ കൂടെ നിന്നുകൊള്ളണമെന്നില്ല. പക്ഷെ ശിക്ഷിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആ വ്യക്തിയെ അല്ല ശിക്ഷിക്കുന്നത്, അവന്റെ ആറ്റിറ്റ്യൂഡിനെയാണ്. അവൻ എന്ത് തെറ്റാണോ ചെയ്തത് അതവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരു മാതാവിനും പിതാവിനും അവനെ ശിക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. അത് തീർച്ചയായിട്ടും നാം മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഇന്നത്തെ സമൂഹം മനസ്സിലാക്കാത്തൊരു കാര്യം, അവനെ എത്രത്തോളം നമുക്ക് അവന്റെ മനസ്സിനെ സപ്രസ് ചെയ്യാമോ, അടിച്ചമർത്താമോ, അത്രത്തോളം അടിച്ചമർത്തിക്കൊണ്ടാണ് ഓരോ സംഭവങ്ങളും നാം കേൾക്കുന്നത്. അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാലഘട്ടം. യഥാർത്ഥത്തിൽ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു കേസാണ്. ആ കുഞ്ഞ് വന്നിട്ട് സങ്കടത്തോടു കൂടി പറഞ്ഞത്, ഒരു പെൺകുഞ്ഞാണ്, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവൾ പറഞ്ഞത്, എൻ്റെ ഉമ്മക്ക് എന്നെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, എന്താണ് മോളെ ഇഷ്ടമല്ലാത്തത്? മൂത്ത കുട്ടിയല്ലേ നീ? അല്ല, എന്നെ ആദ്യം ഇഷ്ടമായിരുന്നു, രണ്ടാമത് എനിക്ക് ഒരു അനിയനുണ്ടായപ്പോൾ ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, മോൾക്ക് അനിയനെ ഇഷ്ടമാണോ? എൻ്റെ ഉമ്മ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ വരവ് കാത്ത് പ്രതീക്ഷിച്ചിരുന്നിരുന്നു. പക്ഷേ അവൻ വളർന്നു വലുതായി, അവൻ ഉണ്ടായതോടുകൂടി എല്ലാവരും, കാണാൻ വരുന്നവരും ഒക്കെ പറഞ്ഞു, ഇനി എന്തിനാ ഉമ്മാക്ക് ഉണ്ണിയുണ്ടായി, ഇനി മോളെ വേണ്ട. അപ്പോൾ എനിക്ക് അവനോട് ആദ്യത്തെ ദേഷ്യം തോന്നി. രണ്ടാമത് അവൻ വലുതാവുമ്പോൾ അവന് ഉമ്മ വാരിക്കൊടുക്കുകയും അവനെ ഉമ്മ കൂടുതൽ പരിഗണിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഉമ്മാട് ചോദിച്ചു, ഉമ്മ, ഞാൻ ഉമ്മയുടെ മോളല്ലേ? അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞത്, ഇവനാണ് എന്നെ നോക്കാൻ, നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്, ഇവനാണ് എന്നെ നോക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. കാരണം ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ സ്വീകരിക്കണം മാതാപിതാക്കൾ എന്നതിന്റെ വ്യക്തമായ നിർദ്ദേശം പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. 2 or 3 ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവരെ വളർത്തി വലുതാക്കുകയും ചെയ്തവർക്കല്ല സ്വർഗം. 2 or 3 പെൺകുഞ്ഞുങ്ങളെ വളർത്തുകയും അവരെ വളർത്തി വലുതാക്കി നല്ല രൂപത്തിലാക്കി ഒരു സമൂഹത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്താൽ ആ മാതാവിനും പിതാവിനും സ്വർഗം പറഞ്ഞത് വെറുതെയല്ല. ജാഹിലിയ സമൂഹത്തിൽ പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഏറ്റവും അത്യുന്നത പദവിയിലേക്ക്, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ അതിരുകൾ നിശ്ചയിക്കുന്നിടത്ത് എല്ലാ മനുഷ്യർക്കും മാതൃകയായിക്കൊണ്ട് ആസിയമിനെയും മറിയമിനെയും പ്രതിഷ്ഠിച്ച ഈ ഇസ്ലാമിക് ഐഡിയോളജി, ഒരു പെൺകുഞ്ഞിന് കൊടുത്ത പ്രാധാന്യം നമ്മളെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരാണ് മനസ്സിലാക്കുക? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഒരു പക്ഷപാതിത്വവും ആണായാലും പെണ്ണായാലും മക്കളുടെ അടുത്ത് നമുക്കുണ്ടാവാൻ പാടില്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു ക്യാരക്ടർ ഫോർമേഷൻ രൂപം കൊള്ളുന്നത് 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ്, അവർ അതിങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ പ്രായത്തിൽ നിങ്ങൾ എന്തവർക്ക് കൊടുക്കുന്നുവോ, എന്തനുഭവങ്ങളാണോ നിങ്ങളിൽ നിന്നുണ്ടാകുന്നത്, അത് തന്നെയാണ് അവരായിട്ട് മാറുന്നത്. അത് തന്നെയാണ് തീർച്ചയായും ഇനി അടുത്ത തലമുറയിലേക്ക് അവർ കൈമാറി കൊടുക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായും ആ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കുക.
നമുക്ക് ഒരുപക്ഷെ ഇന്ന് ഒരുപാട് തിരക്ക് പിടിച്ച മാതാപിതാക്കളാണ്. ഒരുപാട് ജോലി തിരക്കുകൾ, ഒരുപാട് യാത്രകൾ, അതിനിടയിൽ തൻ്റെ കുട്ടി ട്യൂഷൻ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ എല്ലാം എൻ്റെ കുട്ടിക്ക് വീട്ടിലൊരുക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് പഠിക്കാൻ കമ്പ്യൂട്ടർ, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ എത്രത്തോളം സമയം ഞാനും എൻ്റെ കുഞ്ഞും കൂടി ചെലവഴിക്കുന്നുവോ അത് ആലോചിക്കാൻ ഒരു മാതാവ്, പ്രത്യേകിച്ചും മാതാവ്, ഒരല്പമെങ്കിലും സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അവരാവശ്യപ്പെടുന്നതിനേക്കാൾ ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ, അവരാഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം. ഇവിടെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഓർമ്മ വരികയാണ്. ഒരു ഉമ്മയാണ് അവൻ്റെ ഭക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ അവൻ്റെ രുചിയും അവൻ്റെ ഇഷ്ടങ്ങളും തീരുമാനിക്കുന്നത്. നമ്മളിപ്പോൾ പറയുന്നു, നമ്മളിപ്പോൾ കേരളത്തിലൊരു മൊത്തത്തിലുള്ളൊരു കണക്കെടുത്ത് നോക്കിയാൽ കേരളീയരൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, ഭക്ഷണം കഴിക്കാനാണോ ജീവിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത്? തീർച്ചയായും ഇത്രയും കൊച്ചു കേരളത്തിൽ ഇത്രയധികം മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെയുള്ള ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ ഭക്ഷണ സംസ്കാരം എത്രത്തോളം രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ അവളുടെ കാഴ്ചപ്പാടിൽ അവളുടെ കുഞ്ഞിനും അവളുടെ വീട്ടിലുള്ള ആളുകൾക്കും ഭക്ഷണം ആരോഗ്യപ്രദമായി കൊടുക്കാൻ, അതിൻ്റെ ആവശ്യമായ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണം കൊടുക്കാൻ. യഥാർത്ഥത്തിൽ ഭക്ഷണം തന്നെയാണ് അവൻ്റെ ബുദ്ധിയെയും നിശ്ചയിക്കുന്നത്, അവൻ്റെ വികാരങ്ങളെയും നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് ഇത്തിരി ചൂടാവുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭക്ഷണത്തിലെ എരിവും പുളിയും ഇത്തിരി പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത് ഭക്ഷണത്തിലെ കാര്യം തീരുമാനിക്കേണ്ടത്, ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് ഇഷ്ടത്തോടുകൂടി അവൻ്റെ പാത്രത്തിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ താൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലായതാണോ? ഓരോ മാതാവും പിതാവും ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. താൻ കൊടുക്കുന്നത് ഹലാലായ ഭക്ഷണമല്ലെങ്കിൽ ഒരിക്കലും അവൻ എത്രത്തോളം വിദ്യാഭ്യാസം നൽകിയിട്ടോ അല്ലെങ്കിൽ എത്രത്തോളം മറ്റു സൗകര്യങ്ങൾ നൽകിയിട്ടോ അവൻ ഒരുപക്ഷെ നാളെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരാളായി തീരാതിരിക്കാൻ ഒരു വഴിയുമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ട, നാളെ മറ്റുള്ള ഈ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം മാതൃകയാവുന്നുണ്ടോ? ഇന്ന് പലരും പറയുന്നത് കേൾക്കാം സമൂഹത്തിൽ, നീ അവരെ കണ്ടുപിടിക്കുക. ഒരുപാട് മഹാന്മാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നതായിരിക്കാം, നീ അവരെ കണ്ടുപിടിക്കുക, നീ മറ്റുള്ളവരെ കണ്ടുപിടിക്കുക. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു അമ്മയും അച്ഛനും ചെയ്യുന്നത്. ഒരമ്മ എന്ന് പറഞ്ഞാൽ അവനൊരു, അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവനൊരു മോൾഡിംഗ് പവർ ഉണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കുക, നല്ല ചവിട്ടിക്കുഴച്ച കളിമണ്ണിൽ നിന്നാണ്. നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടായിരിക്കാം കളിമണ്ണിൽ നിന്ന് നല്ല പത്രങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു കുശവൻ അവന്റെ കയ്യിലുള്ള വളരെ കുഴച്ച ഒരു കളിമണ്ണ് കിട്ടിയാൽ ആ കളിമണ്ണും അതൊരു ചക്രത്തിലിട്ട് തിരിക്കുമ്പോൾ ആ ചക്രവും അവന്റെ വിരലുകളും അവന്റെ കയ്യിലുള്ള ഒരു കൊച്ചു വടിയുമാണ്. അതിന്റെ കറക്കവും അതിന്റെ വേഗതയും അവന്റെ കൈയിന്റെ വിരലിന്റെ ചലനവുമാണ് അത് പൂപ്പാത്രമാവണോ, കറിപ്പാത്രമാവണോ, കൂജയാവണോ, മറ്റു വല്ല കരകൗശല വസ്തുക്കളാവണമെന്നോ തീരുമാനിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്തരം ഒരു കളിമണ്ണിൽ നിന്ന് നല്ല മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന, വാസനിച്ചാൽ അത്ര നല്ല വാസനയല്ലാത്ത ചവിട്ടിക്കുഴച്ച കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മോൾഡിംഗ് പവർ, ആ കുശവൻ എങ്ങനെയാണോ അവന്റെ കൈവിരലുകൾ ചലിക്കുന്നത് അതിനനുസരിച്ചൊരു പാത്രം രൂപപ്പെടുന്നത് പോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നല്ല നിർമ്മല മാനസ്കരായ കുഞ്ഞുങ്ങളെ അവരെ എങ്ങനെയാക്കി വളർത്തണമെന്നുള്ള മോൾഡ് നമ്മുടെ കയ്യിലാണ്. ഓരോ ഉമ്മയുടെയും വാപ്പയുടെയും കയ്യിലാണ്. അവർ കൊടുക്കുന്ന സാഹചര്യങ്ങളും അവർ അവനിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളുമാണ് അവനെ ഏത് രൂപത്തിലാക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഈ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം തീർച്ചയായും വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. നിങ്ങൾ എത്രത്തോളം 4 or 5 വയസ്സിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിനെ തൊട്ട് തലോടുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യാറുണ്ട്? പലപ്പോഴും ഞാൻ കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ ഒരുപാട് കേൾക്കാറുള്ളത്, എന്നെയൊന്ന് കെട്ടി. ഒരു കുട്ടി എപ്പോഴും സാധനങ്ങൾ വലിച്ചെറിയും. 8 വയസ്സായ കുട്ടി എപ്പോഴും എന്ത് ദേഷ്യം വന്നാലും സാധനങ്ങൾ വലിച്ചെറിയും. എന്തുകൊണ്ട് വലിച്ചെറിയുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ ഉമ്മ എടുത്ത് വലിച്ചെറിഞ്ഞാൽ ആ ദേഷ്യത്തിന് ഒന്ന് അടിക്കാനെങ്കിലും എൻ്റെ ഉമ്മയുടെ കൈ എൻ്റെ പുറത്തൊന്ന് തട്ടും. അല്ലാതെ സ്നേഹത്തോടു കൂടി എൻ്റെ ഉമ്മ എന്നെ ഉമ്മ വയ്ക്കുകയോ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയുടെ കൈ ഒന്ന് അടിക്കാൻ വേണ്ടിയാണെങ്കിലും കൂടി അത് നമ്മൾ ആലോചിക്കേണ്ടത്. സൈക്കോളജിക്കലായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ടച്ച് ഹങ്കർ, ഇമോഷണൽ ഹങ്കർ. നമ്മൾ അവരുടെ ഫിസിക്കലായിട്ടുള്ള വിശപ്പ് മാറ്റാറുണ്ട്. ആവശ്യത്തിലധികം ഭക്ഷണം കൊടുത്ത്, ആഗ്രഹിക്കുന്നതിലധികം ഭക്ഷണം കൊടുത്ത് അവരുടെ ഫിസിക്കലായിട്ടുള്ള അവരുടെ നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യാറുണ്ട്. എന്നാൽ അവരുടെ ഇമോഷണൽ ഹങ്കർ ഫുൾഫിൽ ചെയ്യാൻ എത്രത്തോളം നമ്മൾ സാധിക്കാറുണ്ട്? 16, 11, 6 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയാണ് ഞാൻ. ഇതിൽ ഏത് കുട്ടിയെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, 6 വയസ്സുള്ള കുഞ്ഞിനെ അവനെ ഞാൻ തോളിൽ ഇടണം, മടിയിലിരുത്തണം, വാരിക്കൊടുക്കണം, അവനെ കൂടെ കിടത്തി ഉറക്കണം, അല്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണും കാതും മനസ്സും തുറന്നിരിക്കേണ്ടത് 16 വയസ്സുള്ള കുഞ്ഞിന്റെ അടുത്താണ്. മറ്റേ കൊച്ചുകുട്ടി ഒരുപക്ഷെ അവനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അവൻ നമ്മോടൊപ്പം അങ്ങ് വളർന്നുകൊള്ളും. എന്നാൽ 16 വയസ്സുള്ള കുട്ടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വീട്ടിൽ 10 വയസ്സിന് ശേഷമുള്ള കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്? അവൻ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും അവന്റെ വസ്ത്രം മാറാനും അപ്പുറം ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ അവന്റെ പിയർ ഗ്രൂപ്പിനൊപ്പമാണ്, കൂട്ടുകാരോടൊപ്പമാണ്, പുറത്താണ്. എന്തുകൊണ്ടിങ്ങനെ വരുന്നു? ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകേണ്ടത് മാതാവിനോടല്ലേ? കുടുംബത്തിന്റെ സുഭദ്രമായ നിലനിൽപ്പിന് അമ്മയുടെ വ്യക്തിത്വ വികാസം വളരെ അനിവാര്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്കുണ്ടാവേണ്ട 7 ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ അമ്മയിലൂടെ കുടുംബത്തിന് ലഭ്യമാകേണ്ട 7 ഗുണങ്ങൾ: 1 സുരക്ഷിതത്വം, 2 സമാധാനം, 3 അമ്മയുടെ കുഞ്ഞിന്റെയും കുടുംബത്തിന്റെയും സംതൃപ്തി, അതിനുമപ്പുറം അവിടെ കളിയാടേണ്ട സ്വാതന്ത്ര്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഒരേ നിയമമാണോ വീട്ടിൽ? നിങ്ങളുടെ കുഞ്ഞിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കാറുണ്ടോ? അവന്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാറുണ്ടോ? അതിനപ്പുറം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞും കൂടി ചെലവഴിക്കുന്ന സമയം, അഥവാ നിങ്ങൾ കൊടുക്കുന്ന സാമീപ്യം. അതിനപ്പുറം നിങ്ങളൊരമ്മ എന്ന നിലയിൽ നിങ്ങൾ കുടുംബത്തിന് കൊടുക്കേണ്ട സമർപ്പണം. ഈ 5, 6, 7 കാര്യങ്ങളിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എത്ര എന്നല്ല, അതിനപ്പുറം ഇതിൽ നിങ്ങൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? ഒരു അമ്മ കൊടുക്കേണ്ട സമയം, പലപ്പോഴും പല മാതാക്കളും പറയുന്ന ഒരു വിഷമമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഒത്തിരിയേറെ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നു, ഒരമ്മ ചെലവഴിക്കുന്ന സമയത്തിനേക്കാൾ ആ അമ്മ ചെലവഴിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ദ ടൈമിനേക്കാൾ ക്വാളിറ്റി ഓഫ് ദ ടൈം കൂട്ടുക. നിങ്ങൾ ചെലവഴിക്കുന്ന സമയം, നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാറുണ്ട്? അവന്റെ കണ്ണിൽ അവന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാറുണ്ട്? ഒരുപക്ഷെ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞിന്റെ മുഖം യഥാർത്ഥത്തിൽ ശരിക്കൊന്ന് കാണാൻ കഴിയാത്ത എത്രയോ മാതാക്കൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നേരം വെളുത്താൽ നിങ്ങളുടെ അയൽപ്പക്കക്കാരനെ കണ്ടിട്ടുണ്ടാവാം, പാലുകാരനെ കണ്ടിട്ടുണ്ടാവും, പത്രക്കാരനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഉറങ്ങുന്ന നിങ്ങളുടെ ഭർത്താവിന്റെയോ നിങ്ങളുടെ മക്കളുടെയോ മുഖം ഒരുപക്ഷെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഒരു ആത്മീയ സമർപ്പണത്തിന്റെ ആവശ്യകത. തീർച്ചയായും ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റിപ്പോകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയിൽ ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ ഗുണം കാര്യക്ഷമതയാണ്. ഒരു മാതാവ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭക്ഷണത്തിൽ മാത്രമല്ല, അവന്റെ വസ്ത്രസങ്കല്പത്തിൽ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ വസ്ത്രസങ്കല്പം കണ്ടാൽ നമുക്ക് അറിയും എത്രയേറെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഉടുത്തിട്ടും ഉടുക്കാതെ നടക്കുന്ന വസ്ത്ര സംസ്കാരത്തിന്റെ ആ മടിത്തട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളും അതിലേക്ക് ഈയാമ്പാറ്റകളെ പോയി വീഴുന്നുണ്ടെങ്കിൽ അവരുടെ ആ കാര്യത്തിൽ നമുക്കൊരു ചെറിയ ശാസനയെങ്കിലും കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അമ്മ എന്ന് അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരു മാതാവിന് അവരുടെ ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ മാത്രമല്ല അവരുടെ ഇന്റലക്ച്വലായ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്താൻ കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കുക നിൽക്കുകയാണ്, ഓടി വന്ന് നിങ്ങളുടെ നമസ്കാര പായയിൽ കയറിയപ്പോൾ നിങ്ങൾ അവനോട് പറഞ്ഞത് എന്താണ്? മാറിപ്പോ. അവന്റെ ചളിയായ കാല്, അവന്റെ അഴുക്കായ കാലടിപ്പാടുകൾ നിങ്ങളുടെ നമസ്കാരപ്പായയിൽ, വൃത്തിയുള്ള നമസ്കാരപ്പായയിൽ ചവിട്ടിയപ്പോൾ നിങ്ങൾ പറഞ്ഞു, മാറിപ്പോ, അല്ലാഹ് ശിക്ഷിക്കും. പല ഉമ്മമാരും പറയാറ് അങ്ങനെയാണ്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ വൃത്തിയാക്കി കൊണ്ടുവന്ന്, വാ മോനെ, എനിക്കും മോനും കൂടെ നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ മോൾക്കും ഉമ്മാക്കും കൂടെ നമസ്കരിച്ചാൽ നമുക്കൊരുമിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു കൊടുത്തുകൂടാ? തന്റെ രക്ഷിതാവിനെ കുറിച്ച്, നമ്മളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധം ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് മദ്രസകളിൽ നിന്നല്ല, ഒരു ഉമ്മയുടെ വായിൽ നിന്നാണ്. സ്നേഹിക്കുന്ന, നമ്മളെ താലോലിക്കുന്ന, നാളെ സ്വർഗത്തിന്റെ ആരാമങ്ങളിലെ നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഒരിടമുണ്ടാക്കി തന്ന പടച്ചതമ്പുരാനെ, അങ്ങനെ സ്നേഹനിധിയായ ഒരു പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഇഷ്ടത്തോടുകൂടിയുള്ള ബോധമല്ലേ ഒരു ഉമ്മ തന്റെ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭീകരരൂപിയായ ഒരു സൃഷ്ടാവിനെയാണോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികളോടുള്ള ആ തരത്തിലുള്ള സമീപനങ്ങൾ മാറ്റി കൊടുക്കണം. ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഒരിക്കലും പടച്ചതമ്പുരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലേക്ക് അള്ളാഹു നമുക്ക് ദാനമായിട്ട് തന്നത്. പലപ്പോഴും പല ഉമ്മമാരും പല സന്ദർഭങ്ങളിലും വ്യത്യസ്തമായ വാക്കുകൾ കൊണ്ട്, ഒരു നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, പറയാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കൊണ്ട് നമ്മുടെ മക്കളെ വിശേഷിപ്പിക്കാറുണ്ട്.
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഏതെങ്കിലും മക്കൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടാണോ ആ മക്കളെ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രസവിച്ചു വിട്ടത്? ഏതെങ്കിലും മക്കൾ അവർ പറഞ്ഞിട്ടാണോ ഈ ഭൂമിയിലേക്ക് വന്നത്? അല്ല. നമ്മുടെ ഒരു ബന്ധത്തിന്റെ സുഖതമായ നിമിഷത്തിൽ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ കുഞ്ഞുങ്ങൾ, അവർ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഒരിക്കലും അള്ളാഹു അത്തരം ഒരു കുഞ്ഞുങ്ങളെ ശപിക്കാൻ വേണ്ടിയല്ല നമുക്ക് തന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഇസ്ലാം വളരെ കർശനമായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് സ്വന്തം മക്കളെ ശപിക്കുന്നത്. ഇന്ന് ഭ്രൂണഹത്യയും അതിലേറെ ഒരുപാട് കുഞ്ഞുങ്ങളോടുള്ള പീഡനങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വാക്കുകൾക്കും ചിന്തകൾക്കും ഒരുപാട് പ്രസക്തിയുണ്ട്. ഒരു ചൈനീസ് പഴമൊഴി അനുസരിച്ച് നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യന്റെ ചിന്തകളാണ് വാക്കുകളാകുന്നത്, വാക്കുകളാണ് പ്രവൃത്തികളാകുന്നത്, പ്രവൃത്തികളാണ് നിരന്തരം വരുന്ന പ്രവൃത്തികളാണ് സ്വഭാവമാകുന്നത്. അതിൻ്റെ ആ നൈരന്തര്യം തുടരുമ്പോഴാണ് അതൊരു ശീലമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയും ബാപ്പയും അവന്റെ ശീലങ്ങളിലേക്ക് കടന്നു കയറണമെങ്കിൽ ആദ്യമേ അവരുടെ ചിന്തയിൽ അത്തരമൊരു സങ്കല്പം രൂപപ്പെടണം. ഇസ്ലാം കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതിന്റെ ഒരു രീതിശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു ആധുനിക മനഃശാസ്ത്രജ്ഞനേക്കാളും വലിയ പഠനം നമുക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാം. പ്രവാചകന്റെ രീതികളിൽ, അവന്റെ ജീവിത ശൈലികളിൽ നമുക്ക് കാണാം. ഒരിക്കലും 10 വർഷം കൂടെ നടന്നിട്ട് പോലും തന്റെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കറിയാം. പ്രവാചകൻ ഒരിക്കൽ പോലും മുഖം ചുളിച്ച് സംസാരിച്ചിട്ടില്ല. നമ്മിൽ എത്ര പേർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് മുഖം ചുളിക്കാതെ ദേഷ്യപ്പെടാതെ എത്ര നാൾ കഴിയാൻ പറ്റും? എത്രയോ പ്രാവശ്യം, ഈ പറയുന്ന ഞാൻ പോലും എത്രയോ പ്രാവശ്യം നമ്മുടെ മക്കളോട് ചൂടായിട്ടും അവർക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ വില്ലൻ നമ്മുടെ സൗകര്യങ്ങളാണ്. നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവരെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഒരിക്കലും അവരെ ഒരു സ്വതന്ത്ര വ്യക്തിത്വമായി അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉമ്മയും വാപ്പയും ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ തന്നെ മക്കളാണെങ്കിൽ പോലും അവർ ആത്യന്തികമായി, അവർ സാങ്കേതികമായി പറഞ്ഞാൽ അവരൊരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. വ്യത്യസ്തമായ കഴിവുകളുള്ള, വ്യത്യസ്തമായ ബോധമണ്ഡലമുള്ള, അവർക്ക് അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുള്ള. നിങ്ങളായിരിക്കും, അതുകൊണ്ടല്ലേ നമ്മുടെ തന്നെ മക്കൾ, ഒരു ഉമ്മയുടെയും അപ്പയുടെയും 2 or 3 മക്കളുണ്ടെങ്കിൽ ഒരാൾ പോലും ഒന്നുപോലെയല്ലല്ലോ. വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഇവിടെ പലപ്പോഴും നാം സ്വീകരിക്കുന്ന നിലപാടുകൾ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ പോരായ്മകൾ കണ്ടാൽ നീ അവനെ കണ്ടുപിടിക്കുക, നിന്നെപ്പോലെ തന്നെയല്ലേ അവൻ, നിന്റെ പ്രായത്തിലുള്ളതല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങളായിരിക്കുക, ഒരിക്കലും ഒരു കുഞ്ഞിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് കമ്പാരിസൺ. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളെ മറ്റൊരാളോട് താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കാനാവുമോ? ഇല്ല, കഴിയില്ല ഒരിക്കലും. ഒരാൾക്കും, സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരാൾക്കും മറ്റൊരാളോട് കമ്പയർ ചെയ്യുന്നത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങളുടെ കുഞ്ഞിനും കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞ് അവൻ സ്വതന്ത്രമായ ഒരു വ്യക്തിത്വമാണ്. അവനിലെ കഴിവുകൾ എന്താണോ അത് കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ട വെള്ളവും വളവും നൽകിക്കൊണ്ട് അവനെ ഈ ലോകത്ത് ഉയർത്തിക്കൊണ്ടുവരികയുമാണ് ഒരു മാതാവിനും പിതാവിനും ചെയ്യാനുള്ള കടമ. ഇത് ചെയ്യാൻ നമുക്ക് കഴിയാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പഠിക്കുന്ന സമയത്ത് ഒരു പുസ്തകത്തിന്റെ താളിൽ അറിയാതെ ഒരു ചിത്രം വരച്ച കുട്ടിയോട് ഓടി വന്ന പിതാവ് ചെയ്തത് ഒറ്റ കീറലാണ്. പുസ്തകത്തിന്റെ പേജ് വലിച്ചു കീറിയിട്ട്, ഇതിനല്ല ഞാൻ നിന്നെ സ്കൂളിൽ വിടുന്നത്. ഒരുപക്ഷെ ഈ ലോകത്ത് എത്രയോ വലിയൊരു കലാകാരനായി മാറേണ്ട കുഞ്ഞാണ്. അതോടുകൂടി അവന്റെ മുളയിലെ നുള്ളിക്കളഞ്ഞു അവന്റെ ആ സർഗാത്മകതയെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ സർഗാത്മകത, അവന്റെ പൊട്ടൻഷ്യൽ വിടരുന്ന ഒരു കാലം അവന്റെ കൗമാര കാലഘട്ടമാണ്. ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉമ്മയും വാപ്പയും മക്കളും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ഉടലെടുക്കുന്നതും. ഇവിടെയാണ് നമ്മൾ തീർത്തും ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കുട്ടിയുടെ കഴിവ് നമുക്കറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹത്തിന് അത് ഉപകാരപ്പെടുക? ഒരുപാട് പൈസ ചെലവാക്കി നമ്മളൊരു വീട് കെട്ടുന്നു. 20 or 25 ലക്ഷം ചെലവാക്കി നമ്മളൊരു വീടുണ്ടാക്കുന്നു. അതിലേറെ പൈസ മുടക്കി നമ്മൾ 1-2 ലക്ഷം മുടക്കി നമ്മൾ നന്നായി പെയിന്റ് ചെയ്യുന്നു. നമ്മുടെ കൊച്ചുകുട്ടി അതിലൊരു ക്രയോൺ ഉപയോഗിച്ച് വരച്ചാൽ നമ്മൾ എത്ര ദേഷ്യപ്പെടാറുണ്ട് നമ്മുടെ മക്കളോട്. വരയ്ക്കാൻ കഴിവുള്ള ഒരു കൊച്ചുകുട്ടി അവൻ കരിക്കട്ട കൊണ്ടോ അവന്റെ കയ്യിലെ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ക്രയോൺ കൊണ്ടോ ഒന്ന് വരച്ചാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ, റിയാക്ട് ചെയ്യുമ്പോൾ ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് ഏതെങ്കിലും ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നു നിങ്ങളോട്, 25 ലക്ഷം ചിലവാക്കി നിങ്ങളൊരു വീട് പണിയുന്നുണ്ടെങ്കിൽ ഒരല്പം സ്പേസ്, ഒരു 2-3 ഒരു ചാർട്ട് വയ്ക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ അത് വരയ്ക്കാവുന്ന, വീണ്ടും മായ്ച്ചു ഉപയോഗിക്കാവുന്ന തരത്തിൽ മാറ്റിവെച്ചാൽ എത്ര നന്നായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിന്റെ സർഗാത്മകത അവിടെ കാണട്ടെ, വരുന്നവർ കാണട്ടെ, അത് കണ്ട് ആസ്വദിക്കട്ടെ, അതിനെ അഭിനന്ദിക്കട്ടെ, അവന് ഒരുപാട് പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടട്ടെ. നിങ്ങൾ ആലോചിക്കുക, ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്നത് റെക്കഗ്നിഷനാണ്, അംഗീകാരം.
നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ സാധാരണ നിങ്ങളുടെ അടുക്കളയിൽ വിഭവം വെച്ച് ഒരു കറി ഉണ്ടാക്കിയാലും അത് കഴിക്കുന്ന നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളെ അഭിനന്ദിക്കണമെന്ന്, അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളൊരു വസ്ത്രം ധരിച്ചാൽ അത് നന്നായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത ആളുകൾ പറയണമെന്ന്, കാണുന്നവർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതിനേക്കാൾ കൂടുതൽ അപ്രിസിയേഷൻ, അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നിങ്ങളുടെ കൊച്ചു കുഞ്ഞിനുണ്ട്. അവന് ലഭിക്കുന്ന, ചെറുപ്പത്തിൽ ലഭിക്കുന്ന അപ്രിസിയേഷൻ അഥവാ അംഗീകാരമാണ് അവനെ നാളെ വളർന്ന ഒരു വലിയ മനുഷ്യനാക്കുമ്പോൾ ഈ സമൂഹത്തില് അവന്റേതായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ശേഷി നൽകുന്നത്. അവന് ഒരു സഭാകമ്പമില്ലാതെ ഈ ലോകത്തിന് മുന്നിൽ അവനെ പ്രസന്റ് ചെയ്യാൻ അവനെ പര്യാപ്തമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയാം. പാടാനും വരയ്ക്കാനും എഴുതാനും പറയാനും അഭിനയിക്കാനും ഒക്കെയുള്ള ഒത്തിരി കഴിവുകൾ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു കഴിവുമില്ലാതെ ഈ ലോകത്ത് ഒന്നിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. എവറിത്തിങ് ഇൻ ദ വേൾഡ് ഹാസ് എ പർപ്പസ് ഇൻ ദ ലൈഫ്. ഈ ലോകത്ത് ഒരു പുൽക്കൊടി പോലും, ഒരു പുൽനാമ്പ് പോലും ആവശ്യമില്ലാതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ കടിക്കുന്ന പാമ്പും ആവശ്യമില്ലാത്ത പെരിച്ചാഴിയും എലിയും കൊതുകും എല്ലാം ഈ ലോകത്ത് ആവശ്യമാണ്. ആ പുൽച്ചെടിയും പുല്ലും ഒന്നുമില്ലെങ്കിൽ ആ ബയോളജിക്കൽ സർക്കിളിന്റെ ഇങ്ങേയറ്റത്തുള്ള മനുഷ്യൻ എന്ന ഈ നമ്മളെപ്പോലുള്ള ഈ അത്ഭുത പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ സൃഷ്ടി ഉണ്ടാവില്ല. ആ പദത്തിന് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവനാണ്, മറ്റ് ഇതര മൃഗങ്ങളെപ്പോലെയല്ല. കാരണം മറ്റു ജീവജാലങ്ങളൊക്കെ അവരിൽ ഒരൊറ്റ സോഫ്റ്റ്വെയർ മാത്രം നിക്ഷേപിക്കപ്പെടുകയും ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് അവർ ആ വഴിയിലൂടെ പോവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ മാത്രം അള്ളാഹു വ്യതിരിക്തമായി ചിന്താശേഷി തന്നു. അതുകൊണ്ടാണ് മനനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരെന്നറിയപ്പെടുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഇങ്ങ് വന്നപ്പോൾ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതല്ലോ മനുഷ്യൻ. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മനുഷ്യന് അള്ളാഹു വ്യതിരിക്തമായി ആ ഒരു സൃഷ്ടിപ്പ് തന്നത് ചിന്താശേഷി കൊടുത്തു. അതുകൊണ്ട് തന്നെ അവന്റെ മുന്നിൽ 2 സോഫ്റ്റ്വെയർ വെച്ചു. നമ്മളെ ഒരു ജംഗ്ഷനിൽ നിർത്തിയിരിക്കുന്നു. ഇനി ഏത് വഴിയിലൂടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മുടെ സ്വതന്ത്രമായ ബുദ്ധിശക്തിയാണ്. ആ ചിന്താശക്തി നമുക്ക് നമ്മളിലൂടെ നമുക്ക് പലപ്പോഴും പലരിലൂടെ നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് പുറത്ത് വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ നേടിയെടുക്കുന്ന വിവരങ്ങളെ വിവേകത്തിന്റെ മൂശയിലിട്ട് വാർത്തെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് തീർച്ചയായും നമുക്ക് ചെറിയൊരു പരിശീലനം ആവശ്യമുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ കണ്ണുകളിലേക്ക് നോക്കുക. ഒരു ആത്മസംതൃപ്തി അവിടെ നിങ്ങൾക്ക് കാണാമോ? നാം പറയാറുണ്ട്, നിങ്ങൾ പരസ്പരം കണ്ണിലേക്ക് നോക്കുമ്പോൾ പരസ്പരം നമ്മുടെ കണ്ണുകളിൽ പ്രതിഫലിക്കും നമ്മുടെ രൂപങ്ങൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ഒരു തരത്തിൽ സന്തോഷത്തോടെ നിങ്ങളുടെ കുട്ടികളുടെ കണ്ണിൽ നിങ്ങളെ സന്തോഷത്തോടെയും അവരുടെ കണ്ണിൽ നിങ്ങളുടെ രൂപം സന്തോഷത്തോടെയും കാണാൻ കഴിയാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടി ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്വകാര്യങ്ങൾ, അവരുടെ പരാതികൾ, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാറുണ്ടോ? 5 വയസ്സായ കുട്ടി നിങ്ങളുടെ അടുത്ത് സ്കൂൾ വിട്ട് ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നിങ്ങൾ പറയും, നിറച്ചഴുക്കാണ്, അത് കഴുകിയിട്ടിങ്ങ് വാ മോനെ എന്ന് പറയല്ല. അല്ല, നിങ്ങൾ വരുന്ന ആളെ കെട്ടിപ്പിടിക്കൂ, ഉമ്മ വെക്കൂ, എന്നിട്ട് നിങ്ങൾ പറയാ പോയി കാല് കഴുകാൻ. കാരണം അവന്റെ ആ അടങ്ങാത്ത ആഗ്രഹം, അമ്മയെ വന്നിട്ട് കെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം 1ഓ 2ഓ പ്രാവശ്യം നിങ്ങൾ തടഞ്ഞാൽ, മൂന്നാമത് നിങ്ങളോട് അവൻ പങ്കുവെക്കാനുള്ള സ്വകാര്യങ്ങൾ പങ്കുവെക്കാത്ത തലത്തിലേക്ക് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സ് മാറിപ്പോകും. ഒരു പ്രണയ കേസുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 17 വയസ്സുള്ള ആ കുട്ടി പറഞ്ഞത്, എനിക്ക് എൻ്റെ അമ്മയോടൊന്നും പറയാനില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ നഴ്സറി സ്കൂൾ വിട്ട് വരുമ്പോൾ ഓടി വന്നാൽ പറയാ, നീ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് പണിയുണ്ട്, നീ മാറിപ്പോയേ, കുറച്ചിരുന്ന് പഠിച്ചേ. പഠിക്കുന്നതിനിടയ്ക്ക് ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞ, ഈ നേരത്തെ ഇത് പറയാനുള്ളതല്ല. ഇങ്ങനെ ഓരോ സമയത്തും അല്ല എനിക്ക് നീ പറയുന്നത് കേൾക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് വലുതായപ്പോൾ അപ്പോൾ അവളുടെ ഉപബോധ മനസ്സ് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, നിനക്ക് പറയാനുള്ള സ്ഥലം ഇതല്ല. പിന്നീട് വലുതായി അവൾ കൗമാര കാലഘട്ടത്തിലെത്തി, പ്ലസ് വണ്ണിലെത്തി. അവിടെ എത്തിയപ്പോൾ അവൾക്കൊരു കൂട്ടുകാരനെ കിട്ടി. അവൾ പറയുന്നതൊക്കെ കേൾക്കാൻ. നിങ്ങൾ ആലോചിക്കുക, കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുകയും ഏറ്റവും കൂടുതൽ പറയുന്നത് കേട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന കാലഘട്ടം അഡോളസെന്റ് പീരീഡാണ്. ഒരുപാട് അവർക്ക് പറയാനുണ്ടാവും, അവരുടെ ഡ്രീംസ്. ആ ഡ്രീംസിനെ കുറിച്ച് പറയുകയും അവർക്ക് കിട്ടുന്ന അപ്രീസിയേഷനെ കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അവൾക്കൊരു കൂട്ടുകാരനെ കിട്ടി. വേറെ ഒന്നും സംഭവിച്ചില്ല, ജസ്റ്റ് ഒരു ഫോൺ കോൾ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആ വിളി ഇല്ലാതെയാകുമ്പോൾ പിന്നീട് അവൾക്ക് അസ്വസ്ഥത തുടങ്ങി. ഈ അസ്വസ്ഥതയിൽ നിന്ന് പിന്നീട് അത് നമ്മൾ മനസ്സിലാക്കുക, ഒരു ഫ്രണ്ട്ഷിപ്പിന് എപ്പോഴാണോ അതില്ലാതെയാകുമ്പോൾ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങുക, അവിടെ പ്രശ്നം തുടങ്ങും. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന സംഭവം, എനിക്ക് ബോയ് ഫ്രണ്ട്സ് ആയിക്കൂടെ? പെൺകുട്ടികൾ ചോദിക്കുന്നു.
ആൺകുട്ടികൾ ചോദിക്കുന്നു, എനിക്കൊരു ഗേൾ ഫ്രണ്ട്സ് ആയിക്കൂടെ? എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ആവുന്നു എന്നുള്ളത് തീർച്ചയായും മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കൗമാര കാലഘട്ടത്തിൽ 2 തരം ഹോർമോൺ ഉടലെടുക്കും. ഫെറമോണ്. ആ ഫെറമോണുകൾ ഏത് ഭംഗിയില്ലാത്തതിനെയും ഭംഗിയാക്കി കാണിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് പ്രണയ കേസുകൾ എടുത്തു നോക്കിയാലും കൗമാര കാലഘട്ടത്തിലെ പ്രണയത്തിൽ സൗന്ദര്യത്തിനോ ആറ്റിറ്റ്യൂഡിനോ അല്ലെങ്കിൽ കാണുന്ന ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കോ പ്രസക്തി ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ അതിനുശേഷം ഒരു ഡിഗ്രി തലത്തിലെത്തുന്ന പ്രണയങ്ങൾക്കായിരിക്കും പിന്നീട് ആ കാര്യത്തിൽ ഒരു ഇന്റിമസി കൂടുതലുണ്ടാവുക. ഇവിടെ തീർച്ചയായും മാതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളോട് പങ്കുവെക്കാറുണ്ട്? ഈ പങ്കുവെക്കലുകൾ എവിടെ കുറയുന്നുവോ അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഒരു മകളെ മടിയിൽ കിടത്തി ഒരു കൗമാരകാലത്തിലുള്ള ഒരു 14-15 വയസ്സുള്ള മകനെയോ മകളെയോ നിങ്ങളുടെ മടിയിൽ അല്ലെങ്കിൽ നിങ്ങളോട് കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് അവന്റെ സ്വകാര്യതകളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ഒരു കൊച്ചുകുഞ്ഞ് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് പ്രായപൂർത്തിയാകുന്നത് അമ്മ എന്ന് ചോദിച്ചാൽ പറയും, അത് നീ വലുതാവുമ്പോൾ പറഞ്ഞു തരാം. 15 വയസ്സിൽ നിന്ന് ഒരമ്മയോട് മകൻ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് പ്രായപൂർത്തിയാകുന്നത് അമ്മ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കുക? അവനുണ്ടാകുന്ന ശരീരത്തിലെ മാറ്റങ്ങളെക്കുറിച്ച്, അവന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അവന്റെ ഡ്രീംസിനെ കുറിച്ച്, അവന്റെ ശരീരത്തിലെ മാറ്റങ്ങൾ, അവന്റെ വികാരതലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരമ്മയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു ഉമ്മയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഒരു വാപ്പയ്ക്ക് അവനോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു ഉമ്മയോ വാപ്പയോ അല്ല. നിങ്ങൾ വെറും ആയകൾ മാത്രമാണ്, ആയമാർ മാത്രമാണ്. അവിടെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ആരും പറഞ്ഞു തന്നില്ലായിരിക്കും എന്നായിരിക്കും നിങ്ങളുടെ മറുപടി. പക്ഷെ അന്നൊരു കൂട്ടുകുടുംബ സംവിധാനത്തിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇന്ന് ന്യൂക്ലിയർ കുടുംബ സംവിധാനത്തിലേക്ക് നമ്മുടെ കുടുംബ സംവിധാനം മാറിയപ്പോൾ അവർക്ക് അറിയാനും കേൾക്കാനും സാധ്യതകളുണ്ട്. അനന്തമായ സാധ്യതകൾ വിവര സാങ്കേതിക വിദ്യ ഒരുക്കുന്നുണ്ട്. പക്ഷെ ആ സാധ്യതകൾ നമ്മുടെ കുട്ടികളെ ചളിക്കുണ്ടുകളിലേക്ക് വഴി നടത്തുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് അതിന്റെ യഥാർത്ഥ രൂപം പറഞ്ഞു കൊടുക്കാൻ ഒരു ഉമ്മയും ബാപ്പയും മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുക്കാൻ നമ്മളെക്കാൾ യോഗ്യരായ മറ്റൊരാൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാകുമ്പോഴാണ് അവരിലുള്ള സർഗാത്മകത നമ്മൾ കാണുക. നിങ്ങളുടെ കുട്ടി വരച്ച ഒരു ചിത്രത്തെ ആദ്യമായി അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം. അവന്റെ പുറത്ത് തലോടിക്കൊണ്ട്, അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഇനിയും വരയ്ക്കാനുള്ള പ്രചോദനമായിക്കൊണ്ട്, അതിനൊരു സമ്മാനം നൽകിക്കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകൻ എന്തുകൊണ്ട് ആ സമ്മാനങ്ങൾക്ക് ഇത്രയേറെ പ്രസക്തി ബന്ധങ്ങളിൽ പറഞ്ഞത്? മറ്റൊരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ അത് മനസ്സുകളെ അടുപ്പിക്കുമെന്ന് പറയുന്നു. നിങ്ങളൊരു പക്ഷെ അയൽപ്പക്കത്ത് വിരുന്നു പോകുമ്പോൾ സമ്മാനം കൊടുക്കുമായിരിക്കാം. കല്യാണ വീട്ടിൽ പോകുമ്പോൾ സമ്മാനം കൊടുക്കുമായിരിക്കാം. നിങ്ങൾ വീട്ടിൽ പരസ്പരം, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം സമ്മാനങ്ങൾ പങ്കുവെക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഹൃദ്യമായിരിക്കും ബന്ധം. അതിന് വിലയേറിയ സമ്മാനമായി ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല കുടുംബത്തിന്റെ അവസ്ഥ, അവിടെ നിങ്ങൾ ഒരു കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ പരസ്പരം ഭാര്യയും ഭർത്താവും ഹസ്തദാനം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും പുറത്ത് നമ്മൾ ആളുകൾക്ക് ഹസ്തദാനം ചെയ്യാറുണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഹസ്തദാനം ചെയ്യുമ്പോൾ ആ ഹസ്തദാനത്തിലൂടെ നിങ്ങളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ കഴുകിക്കളയുന്നു എന്ന് പറയുന്നു. നമ്മൾ എത്രത്തോളം നമ്മുടെ വീട്ടിൽ പ്രായോഗികമാക്കാറുണ്ട്? നമ്മളുടെ മക്കളോട് നമ്മൾ എത്ര പ്രാവശ്യം സലാം പറയാറുണ്ട്? അല്ലെങ്കിൽ അവരെ നമ്മൾ യാത്രയാക്കുമ്പോൾ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് യാത്രയാക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങാൻ നേരത്ത്, ഇനി ഉറങ്ങിക്കോട്ടെ മകനോ മകളോ, പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ അവന്റെ നെറ്റിയിൽ ഒരു ഉമ്മ വയ്ക്കുമ്പോൾ അവനുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം നിങ്ങളുടെ തന്നെ ആത്മാവാണ് അവിടെ കിടക്കുന്നത് നിങ്ങൾ പറയുമായിരിക്കാം, നിങ്ങളുടെ തന്നെ ജീവനാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ആ ജീവന് വേണ്ട ഊർജം പകരേണ്ടത് ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്പർശനത്തിലൂടെ. നിങ്ങളുടെ ഈ കൈകൾക്ക് തല്ലാനും വഴക്കു പറയാനും പ്രവർത്തിക്കാനും മാത്രമല്ല അള്ളാഹു ഈ കൈകൾ തന്നത്, അതിനെ തൊട്ട് തലോടാനും ആശ്വസിപ്പിക്കാനും കെട്ടിപ്പുണരാനും കൂടി വേണ്ടിയാണ്. നമ്മൾ ആലോചിക്കുക, ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടാകുന്നു, ആവശ്യമില്ലാത്ത ഒത്തിരി സ്പർശനങ്ങൾ ഉണ്ടാകുന്നു. ആവശ്യമുള്ള സ്പർശനങ്ങൾ എവിടെ നഷ്ടപ്പെടുന്നു? നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ, ആധുനിക മനഃശാസ്ത്രം പറയുന്നു, ഒരു ഉമ്മ ഒരു കുട്ടിയോട് ഓരോ ദിവസവും 10 പ്രാവശ്യമെങ്കിലും ഐ ലവ് യു മൈ ചൈൽഡ് എന്ന് പറയണമെന്ന്. പ്രവാചകൻ പറഞ്ഞില്ലേ, എന്റെ ഫാത്തിമയെ കുറിച്ച് ഒരിക്കലും ഫാത്തിമ എന്ന് പറഞ്ഞില്ല, എന്റെ പ്രിയപ്പെട്ട, എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ എന്നാ പറഞ്ഞിരുന്നത്. നമ്മൾ എന്തുകൊണ്ട് അത് ആലോചിക്കുന്നില്ല? ഹദീസുകളും ഖുർആനിക അധ്യാപനങ്ങളും നമുക്ക് കേട്ടുപഴകാനുള്ള, അല്ലെങ്കിൽ നമുക്കൊരു രസകരമായി കേട്ടുപോകാനുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളതാണ്. എപ്പോഴും യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സൂറത്ത് ലുക്മാനിൽ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട മകനെ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുട്ടിയെ എപ്പോഴാണ് നമ്മൾ കരളിന്റെ കഷ്ണമായും പ്രിയപ്പെട്ടവനായും ഒക്കെ പറയാറുള്ളത്?
അങ്ങനെ പറയുന്നുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുക? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് പ്രണയത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കണം, അവരെ അറിയിക്കണം. അറിയാത്ത സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹം എടുക്കാത്ത കാശ് കൊണ്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കാം, നമ്മുടെ കുട്ടിയോട് നമ്മൾ എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ ഒരു കഴിഞ്ഞ തലമുറ പറയാറുണ്ട്, സ്നേഹം പ്രകടിപ്പിച്ച കുട്ടികൾ വഷളാവും. ഇല്ല, നമ്മുടെ കുട്ടികളോട് കെട്ടിപ്പുണരുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യേണ്ടിടത്ത് നമ്മളത് ചെയ്തില്ലെങ്കിൽ പുറത്ത് കെട്ടിപ്പുണരാനും അവരെ വാരിപ്പുണരാനും സ്വീകരിക്കാനും അവർ പറയുന്നത് സാഗൂതം കേട്ടിരിക്കാനും ഒരുപാട് കൈകൾ കാത്തിരിക്കുക. ആ കൈകളിലേക്ക് ഇയാമ്പറ്റകളെ പോലെ വീഴാതിരിക്കണമെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളൊന്ന് ആലോചിക്കുക. നമ്മുടെ കൈകൾക്കും നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വാക്കുകൾക്കും ഒരുപാട് പ്രസക്തിയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അവരുടെ സർഗാത്മകതയെ നിങ്ങൾ ആലോചിക്കുക. തെറ്റുകളിലേക്ക് വീഴുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 14 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളൊരു പ്രായമാണ്. അവർ അഡോളസന്റ് പീരീഡിൽ നിന്ന് യൂത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു വ്യക്തി അവന്റെ ആദർശം രൂപപ്പെടുത്തുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അവിടെ നമ്മൾ റോൾ മോഡൽസ് ആവുക. എന്റെ ജീവിതം എന്താണോ അതാണ് എന്റെ കുഞ്ഞിൻ്റെത് ആവേണ്ടത് എന്നൊരു ഉമ്മയ്ക്ക് തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ ആ ഉമ്മയും ഉപ്പയും അത്രയേറെ വിശുദ്ധരും, ആ പേരൻസ് അത്രയേറെ വിശുദ്ധരും അത്രയേറെ കർമ്മോത്സുകരുമായിരിക്കണം. എന്റെ ഉമ്മയെ കണ്ട് ഞാൻ പഠിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ഉമ്മയെ കണ്ട് പഠിക്കട്ടെ എന്നൊരു മകളും എന്റെ ഉപ്പയെ കണ്ട് പഠിക്കട്ടെ എന്നൊരു മകനും തീരുമാനിക്കണമെങ്കിൽ അത്രയേറെ വിശുദ്ധമായ, അത്രയേറെ മാതൃകായോഗ്യമായ ഒരു ജീവിതം നയിക്കുന്നവരാവണം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ റോൾ മോഡൽസ് ആണോ? അവർ വേറെ ഒരിടത്തൊന്നുമല്ല ജീവിതം പഠിക്കേണ്ടത്. ജീവിതം പഠിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, വ്യത്യസ്ത തലത്തിലുള്ള വ്യത്യസ്ത ബിരുദങ്ങൾ നമ്മുടെ മക്കൾ നേടിയേക്കാം. പക്ഷെ ജീവിതത്തിന്റെ ജൈവികത, സമ്പുഷ്ടത നിലനിർത്തുന്ന, തീർച്ചയായും അവരുടെ വ്യക്തമായി ജീവിതം രൂപപ്പെടുത്തുന്നത് വീടുകളിൽ നിന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കപ്പെടുന്നത് വീടുകളിലാണ്. ആ വീടുകളിൽ അവർ കാണുന്ന ജീവിതം, അതിന് നമ്മൾ ജീവിതം പഠിപ്പിക്കണമെങ്കിൽ അവിടെ വാപ്പയും ഉമ്മയും അവര് പരസ്പര സഹകരണവും സ്നേഹമുള്ളവരായിരിക്കണം. ഒരു കുഞ്ഞിന്റെ വിജയം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമ്മയുടെയും അച്ഛൻ്റെയും ഏറ്റവും അടുപ്പമുള്ള, സ്നേഹമുള്ള, അവരുടെ പരസ്പര സഹകരണമുള്ള ജീവിതത്തിലൂടെ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇന്ന് കുട്ടികൾ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒന്ന് കോൺഫ്ലിക്റ്റ് ഉള്ള, വേർപിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളുള്ളിടത്താണ്. ഒരച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ സ്വതന്ത്രമായ ജീവിതം കിട്ടിയേക്കാം, മറ്റൊരു ജീവിതം കിട്ടിയേക്കാം. പക്ഷെ അതിനിടയിൽ വേദന അനുഭവിക്കുന്നത്, കാലാകാലം മരിക്കുവോളം വേദന അനുഭവിക്കുന്നത്, അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന, എവിടെയോ ഉപേക്ഷിച്ചു പോകപ്പെടുന്ന മക്കളാണ്. അവർക്ക് എത്രയൊക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല. അവരുടെ മാനസിക തലത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഉപ്പയും ഉമ്മയും കാഴ്ചവെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അവർ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത്, നിങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് വിചാരിക്കും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ നിന്നിങ്ങനെ ഊർന്നു പോകുന്നത് നിങ്ങൾ പോലും അറിയാതെയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ആ 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ അവരോടൊപ്പം കൂടുക, സാഹിബാവുക എന്ന പ്രവാചകൻ പറഞ്ഞത്. നിങ്ങൾ അവരുടെ കൂട്ടുകാരനാവുക. ഞാൻ പറയുന്നു, അതിന് ഫ്രണ്ട് ആവരുത്, ഫ്രണ്ട്ലി ആവണം. ഒരു ഫ്രണ്ട് ഒരിക്കലും ഉപ്പയോ ഉമ്മയോ ഫ്രണ്ട് ആകാൻ പാടില്ല. അതേസമയം ഫ്രണ്ട്ലി ആയിരിക്കണം. നിങ്ങളോട് എന്തും തുറന്നു പറയാനുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കണം. അവനൊരു കുഞ്ഞു തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ അവൾക്കൊരു കുഞ്ഞു തെറ്റുപറ്റിപ്പോയി, പക്ഷെ ആ തെറ്റുപറ്റിയത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളതൊരു മഹാസംഭവമാക്കാതെ നിങ്ങൾ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നിട്ട് എന്തു പറ്റി മോനെ എന്ന് ചോദിക്കാനുള്ള ഒരു ചെറിയ സാവകാശം. അവിടെയാണ് ക്ഷമ. ഇന്നല്ലാഹു മഅസ്സാബിരീൻ എന്നൊക്കെ നമ്മൾ കേട്ടുപഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും പുറത്തെല്ലാവരോടും ക്ഷമ കാണിക്കുമെങ്കിലും നമ്മുടെ വീടിനകത്തുള്ള ക്ഷമ പലപ്പോഴും മാതാക്കൾക്ക് നഷ്ടപ്പെടാറാണ് പതിവ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പുറത്തെല്ലാവരോടും നിങ്ങൾക്ക് ഒരിഷ്ടമില്ലാത്തവരോടും നിങ്ങൾ ചിരിച്ചു കാണിക്കും. പക്ഷെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ചെരുപ്പ് ഊരിയിടുമ്പോൾ അതിനൊപ്പം ക്ഷമയുടെ കുപ്പായം ഊരിയിടുകയാണെങ്കിൽ വീടിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ഫ്രസ്ട്രേഷൻസും പുറത്തുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി ശാരീരികമായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അഴിച്ചു വെക്കുന്നത് വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം വലുതായിരിക്കും. നിങ്ങൾക്കൊരുപക്ഷെ പുറത്ത് മാതൃകായോഗ്യയായ ഒരു വനിതയോ മാതൃകായോഗ്യനായ ഒരു പുരുഷനോ ആവാം. പക്ഷെ വീട്ടിലൊരു മാതൃകായോഗ്യമായ മാതാപിതാക്കളാകണമെങ്കിൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ക്ഷമയുടെ കുപ്പായം നിങ്ങൾ എടുത്തണിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ മക്കളുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. പലപ്പോഴും ഇന്ന് നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമ്മുടെ ഓരോ വീട്ടിലെയും സമയം എടുത്തു നോക്കിയാൽ,
ഞങ്ങളെപ്പോലുള്ളവർ പലപ്പോഴും പറയാറുണ്ട്, ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. പലപ്പോഴും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കുമെങ്കിലും പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും രൂപം മാറും. കാരണം എല്ലാവർക്കും നമുക്കിപ്പോൾ ഒരു കിബിലയുണ്ട്. നമസ്കരിക്കുന്ന കിബില മാത്രമല്ല, വേറൊരു കിബിലയുണ്ട് വീട്ടിൽ. അതിനനുസരിച്ച് നമ്മുടെ പാത്രങ്ങളൊക്കെ മാറും. അതുകൊണ്ട് നമ്മൾ പരസ്പരം മുഖം കാണുന്നില്ല. ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് ഒരുപാട് നല്ലതാണ്, ഒരുപാട് അറിവുകൾ തരുന്നു. പക്ഷേ അതിനടിമകളാവരുത് നമ്മൾ. ഏത് സംരംഭത്തിന്റെയും അടിമകളാകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. നിങ്ങൾ ആലോചിക്കുക, സീരിയലിന് അടിമപ്പെട്ട ഒരു ഉമ്മ, കമ്പ്യൂട്ടറിലും ഫേസ്ബുക്കിലും അഭിനമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഉപ്പ, മകൻ മകന്റേതായ സ്വകാര്യ ലോകത്ത്, മകൾ മകളുടേതായ സ്വകാര്യ ലോകത്ത്. ആരും വിചാരിക്കുന്നു മറ്റൊരാൾ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു വരരുത്, അതുകൊണ്ട് ഉമ്മാക്ക് സുഖം, ഉപ്പാക്ക് സുഖം, മകനും മകൾക്കും സുഖം. പക്ഷേ ആ സുഖത്തിനപ്പുറം അവർ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സമയം ഇല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക്, മക്കൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുടുംബത്തിന്റെ ഒരു സുഖം അനുഭവപ്പെടുന്നില്ല. കുടുംബത്തിനൊരു സുഖമുണ്ട്, അതവർ കൂടിച്ചേരുന്നതിലൂടെയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ആ ഇമ്പം നഷ്ടപ്പെടുന്നത് ഇത്തരം സ്വകാര്യതകൾ, ഓരോരുത്തർക്കും സ്വന്തമായ സ്വകാര്യത വരുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ട് ഇത്രയേറെ സൗകര്യമില്ലാത്ത വിശാലമായ ഇടങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടകങ്ങൾക്ക്. അതേസമയം വീടിന് പുറത്ത് വിശാലമായ അകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് വീടിന് സൗകര്യം കൂടി, നമ്മുടെ വീടുകൾക്കൊക്കെ സൗകര്യം കൂടി. അതിനൊക്കെ വീടിനേക്കാൾ മനോഹരമായ മതിലുകൾ പുറത്തു പണിതു. അതിനേക്കാൾ മനോഹരമായ മതില് നമ്മുടെ മനസ്സകങ്ങളിൽ പണിതു. നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിൽ അതിനിടയിൽ വലിയൊരു മതിൽക്കെട്ട് ഉണ്ടോ ഇല്ലേ നോക്കുക. അവന്റെ മനസ്സറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞിനെ എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്? അതിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വന്നാൽ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടി നാളെ ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക? എൻ്റെ ഉമ്മ വേറെ ഒരു ഉമ്മയായിരുന്നെങ്കിൽ. കഴിഞ്ഞ വർഷം ഒരുപാട് സ്കൂളുകളിൽ ഹെൽത്ത് ഡെസ്കിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അവിടെ ചെന്ന് ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് മാറ്റാൻ ദൈവം നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ ആരെയാണ് നിങ്ങൾ മാറ്റുക എന്ന് 14-നും 16-നും ഇടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ 500-ലധികം കുട്ടികളുള്ള ഒരു സദസ്സിൽ 370 പേരും അവർ മാർക്കിട്ടത്, അവർ എഴുതി തന്നത് എൻ്റെ അമ്മയെ മാറ്റണമെന്നായിരുന്നു. ശരിക്കും ഒരമ്മ എന്ന നിലയ്ക്ക് ഒരു വളരെ വലിയ സങ്കടം തോന്നി. സ്വന്തം അമ്മയെ ജീവിതത്തിൽ നിന്ന് മാറ്റി വേറെ ഒരമ്മയെ പ്രതിഷ്ഠിക്കണമെന്നൊരു കുഞ്ഞിന് തോന്നണമെങ്കിൽ എവിടെയാണ് തെറ്റിപ്പോയത്? മകനാണോ, മകൾക്കാണോ, അതോ അമ്മയ്ക്കാണോ? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനൊരു ഉമ്മയാണെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിയെ എത്രത്തോളം അറിയാമെന്ന്, ഞാൻ ഒരുപാട് അറിയാമെന്നൊരു പക്ഷെ അഹങ്കരിക്കാം. പക്ഷെ എൻ്റെ കുട്ടി ഒരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ, അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവനോട് പ്രതികരിക്കുന്നതെന്ന് തീർച്ചയായും നമ്മളൊന്ന് മാറി ചിന്തിച്ചു നോക്കുക. ഒന്ന് കണ്ണടച്ച് നമ്മളൊന്ന് നമ്മുടെ സെൽഫിലേക്ക്, നമ്മുടെ സ്വന്തം അഹംബോധത്തിലേക്ക് നമ്മൾ വരാം. എൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ നീയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മകൻ എന്ന് പറയുന്നു, എൻ്റെ യശസ് ഉയർത്താൻ, എനിക്ക് പേരും പ്രശസ്തിയും തരാൻ, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി നേടാൻ, ഞാൻ ആഗ്രഹിക്കുന്ന ജീവിത നിലവാരത്തിലേക്ക് വരാൻ എൻ്റെ മകൻ ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രികൾ നേടാൻ എൻ്റെ മകൾ ഉണ്ടാവണം. ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബം ഉണ്ടാവാൻ എൻ്റെ മകൾ ഉണ്ടാവണം. പക്ഷെ അവൻ്റെ ആഗ്രഹങ്ങളിലേക്ക്, അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് എത്രത്തോളം സംഭാവന ചെയ്യാൻ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞു? അവിടെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു ഉമ്മയെ പരുവപ്പെടുത്തുന്നത്. നിങ്ങളങ്ങനെ വെറുതെ അങ്ങ് ഒരു മകനെ അല്ലെങ്കിൽ മകളെ പ്രസവിച്ച് അവരങ്ങനെ വളർന്നോളുമെന്നല്ല, അവരെ നിങ്ങൾ വളർത്തുക, അവരെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വളർത്തുക. അതെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് നല്ല മാതാവും നല്ല പിതാവും ഒക്കെ ആകേണ്ടതില്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ കാണുന്നത് ആ പ്രതീക്ഷയാണ്. എങ്ങനെയാണ് ഞാനൊരു നല്ല ഉമ്മയാവുക? ഞാൻ നിങ്ങളോടൊരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ. എന്താണ് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങൾ? നിങ്ങൾക്കൊരു പക്ഷേ മറുപടി പറയാൻ കഴിഞ്ഞേക്കാം. താജ്മഹൽ എന്നും, ചൈനയിലെ വൻമതിലെന്നും, പാരീസിലെ ഈഫൽ ടവർ എന്നും, പിസാ ഗോപുരമെന്നും ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന 7 മഹാത്ഭുതങ്ങൾ ഒരു ഉമ്മയ്ക്കുണ്ടാവേണ്ടതാണ്. ആ കഴിവുകൾ അള്ളാഹു നമുക്ക് മാത്രം നൽകിയ പ്രത്യേക കഴിവുകൾ, മനുഷ്യന് മാത്രം നൽകിയ കഴിവുകൾ. ആ 7 ലോകാത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയേണ്ടതില്ലേ? ടു സീ, കാണാനുള്ള കഴിവ്. ടു ഹിയർ, കേൾക്കാനുള്ള കഴിവ്. ടു ടോക്ക്, സംസാരിക്കാനുള്ള കഴിവ്. ടു ലാഫ്, ചിരിക്കാനുള്ള കഴിവ്. ടു ലവ്, സ്നേഹിക്കാനുള്ള കഴിവ്. ടു ഫീൽ, അത് അനുഭവിച്ചറിയാനുള്ളത്. ടു ടച്ച്, സ്പർശിക്കാനുള്ള കഴിവ്. ആ 7 ലോക മഹാത്ഭുതങ്ങൾ നമ്മളിലില്ലേ? നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ കഴിവുകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കണ്ണിന്റെ ഒരു ശക്തി, ഒരുപക്ഷെ ഒരുപാട് കവികളും ഒരുപാട് കലാകാരന്മാരും ഇത്രയേറെ വർണ്ണിച്ച മറ്റൊരു സെൻസ് ഓർഗൻ നമുക്കുണ്ടായിരിക്കില്ല.
ഈ കണ്ണിന്റെ അത്ര പവറുള്ള ഒരൊറ്റ ലെൻസും ഇത്രയേറെ ശാസ്ത്രം വികസിച്ചിട്ടും ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ എത്രയോ അന്ധന്മാർക്ക് കണ്ണിന് കാഴ്ച കിട്ടിയേനെ. പക്ഷേ ഈ കണ്ണിൽ നിന്നും കണ്ണിലേക്ക്, മറ്റൊരാളുടെ കണ്ണിലേക്ക് പ്രവഹിക്കുന്ന ഒരു തരംഗമുണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങൾക്കുമിടയിൽ അത്തരമൊരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കുട്ടിയുടെ ശരീരം മാത്രമല്ല, അവന്റെ മനസ്സും കാണാനുള്ള ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കുക. അവന്റെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും അവന്റെ ആഗ്രഹങ്ങളും കാണാനുള്ള ഒരു കണ്ണുണ്ടായിരിക്കുക. അവനെ കേൾക്കാനുള്ള ഒരു കാതുണ്ടായിരിക്കുക. പടച്ചതമ്പുരാൻ പറഞ്ഞു നമ്മളോട്, അധികം പറയേണ്ട, നീ കുറെ കേൾക്കൂ. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയാണ് 2 കാതുകളും ഒരൊറ്റ നാവും തന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും മറ്റെല്ലായിടത്തും ക്ഷമ കാണിച്ചാലും നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരുപാട് പറയും. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉമ്മമാർക്കുണ്ടാവാറില്ല. നീ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, ഈ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ കമാൻഡ്സ് ആണ് നമ്മൾ പലപ്പോഴും, ആജ്ഞകളാണ് പലപ്പോഴും നമ്മൾ കൊടുക്കാറ്. നമ്മൾ പലപ്പോഴും ഒരു പക്ഷേ ഒരു കുഞ്ഞു തെറ്റ് ഒരു ഉമ്മയ്ക്ക് പറ്റിയാൽ, മക്കൾക്ക് പലപ്പോഴും തെറ്റുപറ്റും, നമ്മൾ ശാസിക്കാറുണ്ട്. മക്കൾക്ക് തെറ്റുപറ്റിയാൽ ശാസിക്കുന്നിടത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുസൃതി കാണിച്ച് ഓടി വന്നാൽ അപ്പോഴത്തെ ദേഷ്യത്തിന് ഉമ്മ ഒന്ന് കൊടുക്കും, ബാക്കി വാപ്പ വരട്ടെടാന്ന് പറയും. അഥവാ ഇപ്പൊ കിട്ടിയത് പോരാ, വാപ്പ വരുന്നവരെ മാനസികമായി അവൻ എന്തോ അനുഭവിക്കണം, വിഷമം അനുഭവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളോടാണ് അങ്ങനെ ഒരാൾ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ അർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടു ഫീൽ, അനുഭവിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരും, ഞാനോ നിങ്ങളോ നല്ല ഉമ്മയോ വാപ്പയോ ആണെന്ന് പറയേണ്ടത് നമ്മുടെ മക്കളാണ്, നമ്മളല്ല. ഞാനോ ഉമ്മയോ നല്ല വാപ്പയാണ്, ഞാൻ നല്ലൊരു ഉമ്മയാണെന്ന് പറയേണ്ടത് എൻ്റെ മക്കളാ. കാരണം എന്നിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നത് എൻ്റെ മക്കൾക്കാണ്. ആ അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ നോക്കുക. പലപ്പോഴും ഇന്ന് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ടും അവർ പല പ്രണയ കേസുകളിലും അവിഹിത ബന്ധങ്ങളിലും ചെന്ന് ചാടുമ്പോൾ പറയാറുള്ളത്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. എന്താണ് സ്നേഹം? ആ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ കൊടുക്കുന്ന പൈസയിലോ നിങ്ങൾ കൊടുത്ത സൗകര്യത്തിലോ നിങ്ങളുടെ ബാക്കി എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലോ പാകപ്പിഴകൾ സംഭവിച്ചിട്ടല്ലാതെ, പക്ഷെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അനുഭവവേദ്യമായ സ്നേഹം അതവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് സ്നേഹം എന്നൊരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി, തീർച്ചയായും തെറ്റിപ്പോയി. അവർക്ക് അനുഭവിക്കാൻ കഴിയണം നിങ്ങളിൽ നിന്ന്. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ. അവിടെയാണ് ടച്ച് ഹങ്കർ. എ ചൈൽഡ് നീഡ് എ ടച്ച്, എപ്പോഴും സ്പർശനം. ഓരോ മനുഷ്യക്കുഞ്ഞും മാത്രമല്ല, ഈ ഭൂമിയിലെ ഏത് ജീവിയും ആഗ്രഹിക്കുന്നു ടച്ച്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ആദ്യമായിട്ട് ഏത് കുഞ്ഞും ചെയ്യുക, ഏത് മൃഗവും ചെയ്യുക, തൻ്റെ കുഞ്ഞിനെ നക്കി തുറത്തുകയാണ്. നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മൾ ചൂട് പകരുന്നു. ഈ സ്പർശനം വളരുമ്പോഴും അവർക്ക് ആവശ്യമുണ്ട്. എത്ര വളർന്നാലും സ്പർശനത്തിന് ഒരു മഹാശക്തിയുണ്ട്. നമ്മുടെ വിരൽത്തുമ്പുകൾക്ക് ഒരു മഹാശക്തിയുണ്ട്. ആ സ്പർശനം കൊണ്ട് അവരെ നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഒരു സംഗീത സാന്ദ്രമായ ഒരു ലോകത്തേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ആ സ്പർശനം നമുക്ക് നല്ല രൂപത്തിൽ കൊടുത്താൽ. ഇന്നൊരു പക്ഷെ പലപ്പോഴും അടിയൊടുക്കുന്ന, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്ന, ആക്രോശിക്കുന്ന മാതാപിതാക്കളെയാണ് കാണുക. രണ്ടാമതൊന്ന്, നമ്മൾ സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. ടു ലവ്, എങ്ങനെയാണ് സ്നേഹിക്കുക? നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ നമ്മൾ സ്നേഹം കൊടുക്കുക. ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ഇന്ന് ഏത് കാര്യത്തിലും അങ്ങനെയാണ്, കൊടുക്കുന്നതേ കിട്ടൂ. നമ്മൾ ആലോചിക്കുക, നമ്മൾ കൊടുക്കുക, നമ്മുടെ സ്നേഹം വാരിക്കോരി കൊടുക്കുക. ഒരാളും സ്നേഹിച്ചത് കൊണ്ട് ഈ ലോകത്ത് വഷളായി പോയിട്ടില്ല. തോമസ് ആൽവ എഡിസൺ, നമുക്കറിയാം, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്ത് നടത്തിയ, നമുക്ക് ഈ ലോകത്ത് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തന്ന മനുഷ്യൻ. 6 or 7 സ്കൂളുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ട് ഓടി വന്നു. എല്ലാ ക്ലാസ്സുകളിലും ശല്യക്കാരനായിരുന്നു. ക്ലാസ്സിൽ ശരിക്കിരിക്കാനോ പഠിക്കാനോ പറ്റാത്തൊരു കുഞ്ഞായിരുന്നു. 6ാമത്തെ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ അമ്മ പറഞ്ഞത് ഇതായിരുന്നു, മകനെ, നിന്നെ എനിക്ക് വേണം, നീ എന്റെ മകനാണ്, നിന്നെ എനിക്ക് വേണം. അങ്ങനെ ആ അമ്മ കെട്ടിപ്പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകം കാണുന്ന ഒരു മഹാശാസ്ത്രജ്ഞനായിട്ട് നമുക്ക് എഡിസനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, നാം എങ്ങനെയാണോ നമ്മുടെ മക്കളോട് ഉള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എന്താണ്? നമുക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾ. അവർ നമുക്ക് വേണ്ടിയാകുന്നത് അവർ തൻ്റെ ഇടത്തോടുകൂടി ഈ ലോകത്തെ നേരിടുമ്പോഴാണ്. അങ്ങനെ നേരിടണമെങ്കിൽ തൻ്റെ ഇടമുള്ള മക്കളാക്കി വളർത്തണം. തൻ്റെതായൊരിടം സമൂഹത്തിലും വ്യക്തിതലത്തിലും സ്വന്തം കുടുംബജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കുന്നവരാണ് തൻ്റെ ഇടമുള്ളവർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞിന് കോൺഫിഡൻസ് പകരേണ്ടതിന് പകരം അവരെ അവരുടെ സർഗാത്മകതയെ ഇടിച്ചു താഴ്ത്തുകയല്ലേ ചെയ്യാറ്? കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ അവൻ ജനലിൽ പിടിച്ച് കയറാൻ പോയപ്പോൾ നീ പറഞ്ഞു, കയറരുത്, വീഴും.
അവൻ വീഴുമെന്നുള്ളതല്ല, നമുക്ക് വീണാൽ അപകടം പറ്റിയാൽ നമ്മൾ എടുത്തു കൊണ്ടുപോകണം. അതാണ് നമ്മുടെ പ്രശ്നം. അതേസമയം നാം കൈപിടിച്ച് അവനെ കയറ്റുകയും അവന്റെ ഉയർച്ചയിൽ നാം സന്തോഷിക്കുകയും മെല്ലെ ഇറക്കിയിട്ട് പറയാണ്, നമ്മൾ കൂടെയുള്ളപ്പോൾ നിനക്ക് കയറാം, ഇല്ലെങ്കിൽ എൻ്റെ മോൻ വീഴും, അപ്പോൾ വാവു ഉണ്ടാവും എന്ന് നമുക്ക് ആശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞാൽ അവന് നാളെയുള്ള അവന്റെ വ്യക്തി ജീവിതത്തിൽ എല്ലാ ഉയരങ്ങളെയും കീഴടക്കാനുള്ള ആത്മവിശ്വാസം അവനുണ്ടാകും. ഈ ആത്മവിശ്വാസമാണ് നമ്മൾ പകരേണ്ടത്. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒത്തിരി ആത്മവിശ്വാസം ആവശ്യമാണ്. എല്ലാറ്റിനെയും ഇടിച്ചു താഴ്ത്തുന്ന അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതെയാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്വന്തം ശരീരത്തെക്കുറിച്ചും സ്വന്തം മാനസികാവസ്ഥയെക്കുറിച്ചും സ്വന്തം ആദർശത്തെക്കുറിച്ചുമുള്ള ബോധമുണ്ടാക്കാൻ ഒരു ഉമ്മയ്ക്കാണ് കഴിയുക. നിങ്ങൾ വിധേയത്വത്തിന്റെ കെട്ടിയൊരുക്കലുകളല്ല പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവർക്ക് ആദർശം കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മഹിതമായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മളിവിടെ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും കഥകളല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ള അവരെ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരെ ആത്മവിശ്വാസവും സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം നമ്മുടെ ഈ ആദർശം നമുക്ക് തന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് ഉയർന്നു വന്ന ഒരുപാട് മഹിളാമണികളുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നീ അങ്ങനെയാകണ്ട എന്ന് പറയുന്നതിന് പകരം നീ ഇങ്ങനെയാകണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉമ്മയ്ക്ക് കഴിയണം. അങ്ങനെയാണ് ടു ടച്ച്, മനസ്സിലേക്കും അവരുടെ ശരീരത്തിലേക്കും. ടു ലാഫ്, ചിരിക്കുക മനുഷ്യന് മാത്രം അള്ളാഹു തന്ന കഴിവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 60-ലധികം പേശികൾ ചലിച്ചാലേ ഒരു മനുഷ്യന് ചിരിക്കാൻ കഴിയൂ. നിങ്ങൾ എപ്പോഴാണ് ചിരിക്കാറ്? പലതരത്തിലുള്ള ചിരികളുണ്ട്. നിങ്ങളൊരു കുട്ടി കാണിക്കുന്ന വികൃതി കണ്ടിട്ട് ഒരു പുച്ഛിച്ചിട്ടാണ് ചിരിച്ചതെങ്കിൽ തൻ്റെ ഉമ്മയെ ആ പുച്ഛിച്ച ചിരിയോടെയാണ് അവൻ നാളെയും ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത് ആ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ ചിരിക്കുക. ആ ചിരി നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കണം. നിങ്ങൾ പരസ്പരം കളിയാക്കി ചിരിക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഒരുവന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഒരു വാക്ക് വേണ്ട, ഒരു കളിയാക്കിയിട്ടുള്ള ചിരി മതി, ഒരു പരിഹാസ ചിരി മതി. അതൊരിക്കലും നമ്മൾ ഒരുപക്ഷെ വീടകങ്ങളിൽ നമ്മൾ ഓർക്കാറില്ല. പരസ്പരം കുത്തുവാക്കുകൾ പറയുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ എങ്ങനെയാണ് ആത്മവിശ്വാസമുള്ള നല്ല ഒരു കുട്ടി വളർന്നു വരിക? അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, അത്തരമൊരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. ഈ 7 അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അറിയാനും പറയാനും അത് തൊട്ടറിയാനും ഒക്കെയുള്ള ഒരു ശേപുഷി നമുക്ക് നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് മാറേണ്ടതില്ലേ? ചേഞ്ച് യുവർ തിങ്കിങ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നമ്മൾക്ക് അള്ളാഹുദാനമായി തന്നു നമ്മുടെ മക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മക്കളില്ലാത്ത ഒരു കുടുംബത്തിന്റെ വേദന അത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാൽ നമുക്ക് അനുഗ്രഹവർഷമായി നമുക്ക് തന്ന ഈ മക്കളെ നാളെ അവർക്ക് നമുക്കെതിരെ സാക്ഷി പറയാത്ത, നമുക്ക് സ്വർഗത്തിൽ നമ്മോടൊപ്പം കൂട്ടുകൂടി നമ്മളെ സ്വീകരിക്കുന്ന മക്കളായി മാറണമെങ്കിൽ ചേഞ്ച് യുവർ തിങ്കിങ്, ചേഞ്ച് യുവർ ബിഹേവിയർ, ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ നാം ജീവിച്ചു വന്ന സാഹചര്യം കൊണ്ടായിരിക്കാം, നാം ശീലിച്ചു വന്ന കുറെ ശീലങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ ആ ശീലങ്ങൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ. നമ്മുടെ ആയുസ്സും ആരോഗ്യവും എപ്രകാരമാണോ നമുക്ക് ദാനമായി കിട്ടിയത്, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ദാനമാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ച് ചോദിക്കാതെ നാളെ പരലോകത്ത് നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ചേഞ്ച് യുവർ തോട്ട്. നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. എന്താണോ നിങ്ങളുടെ മക്കൾ ആകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റാം. ഒരുപക്ഷെ അറിവിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മക്കളെക്കാൾ പിറകിലായിരിക്കാം. പക്ഷെ അറിയാത്ത ഒന്നിനെ കുറിച്ച് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല, അറിയുന്നിടത്തുനിന്ന് പറഞ്ഞു തരാമെന്നറിയാനുള്ള ഒരു സാവകാശം നമുക്കുണ്ടാവണം. ഒരുപക്ഷെ മക്കളെക്കാൾ ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് നമുക്ക് ഒരുപാട് അറിവുകളുടെ പോരായ്മകൾ ഉണ്ടാവാം. പക്ഷെ ആ അറിവിനേക്കാൾ നമ്മുടെ അനുഭവ സമ്പത്ത് അവർക്ക് ഗുണകരമായി തീരേണ്ടതുണ്ട്. അതിന് അവരുടെ മുന്നിൽ സോറി പറയാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ചില തെറ്റുകൾ നമ്മൾ പറ്റിപ്പോയാലും നമ്മളത് നമുക്ക് പറ്റിയത് തെറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് പലപ്പോഴും കാണാറ്. അവരാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നമാകാറുള്ളത്. നമ്മുടെ കുട്ടിയുടെ മുന്നിൽ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അവനോട് സോറി പറയാൻ, അവനോട് ക്ഷമ ചോദിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കേണ്ടതില്ല. ഒരു സോറി പറയുന്ന ഉമ്മയെ, ഒരു സോറി പറയുന്ന ഉപ്പയെ മോശക്കാരനായിട്ടല്ല കുഞ്ഞുങ്ങൾ കാണുക. അവർ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും എൻ്റെ ഉപ്പക്ക് എന്നോടിങ്ങനെ പറയാനുള്ള മനസ്സുണ്ടല്ലോ, എനിക്ക് എൻ്റെ ഉപ്പയോടും ഉമ്മയോടും മനസ്സ് തുറക്കാൻ കഴിയുമെന്നാണ്. ആ ആത്മവിശ്വാസത്തോടു കൂടി നമുക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം.
നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ മക്കൾ വളരാൻ ഒരുപാട് നമ്മൾ മാറേണ്ടതുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. നമുക്ക് ആ ലോകത്തേക്ക് ഒരുപാട് ചവിട്ടുപടികൾ ഇനിയുമുണ്ട്. നാം അതിൻ്റെ താഴെ തട്ടിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം നമ്മൾ ഈ കാലഘട്ടത്തിലെ മനഃശാസ്ത്രപരമായിട്ടുള്ള സംഗതികൾ പഠിച്ചെടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ലഭ്യമാണ്. അതിനേക്കാൾ ഒരുപാട് ക്ലാസ്സുകളും പ്രസന്റേഷനുകളും ഇന്ന് ലഭ്യമാണ്. ആ അർത്ഥത്തിൽ നമ്മുടെയൊക്കെ ചിന്തകളെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അത് ഇന്ന് നമ്മുടെ കുടുംബത്തിന് ഗുണകരമാവും എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ നിന്നും പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ നാളെ സമൂഹത്തിന്റെ അസറ്റാണ്, സ്വത്താണ്. ആ സ്വത്ത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആകാശത്തോളം ഉയരുന്നു. നിങ്ങൾ ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ ഒരുപക്ഷെ കാലാകാലം ഓർമ്മിപ്പിക്കപ്പെടുന്ന, നമുക്ക് ആലോചിക്കാം, ജീവിതത്തിൽ നമ്മൾ മരിച്ചുപോയാലും നഷ്ടപ്പെടാതെ നിൽക്കുന്നതൊന്ന് മക്കളുടെ പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് മക്കൾ പ്രാർത്ഥിക്കുന്നവരാവുക? പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, ഒരു മകൾ എനിക്കുണ്ടാവണമെന്നാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ മതാധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയുന്നു, അവർ പഠിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണുന്നത് ഞാൻ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും എങ്ങനെ പെരുമാറുന്നുവോ അതാണ് നാളെ എൻ്റെ മകൻ എന്നോട് പെരുമാറുക. ഈ അടുത്തൊരു കാർട്ടൂൺ വന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛനും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൂട്ടി ഒരു കുഞ്ഞും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരു വൃദ്ധസദനത്തിലേക്ക് ചെല്ലുകയാണ്. ആ വൃദ്ധസദനത്തിൽ ചെന്നുകൊണ്ട് മാനേജറോട് ചോദിക്കുന്നു, അച്ഛനും അമ്മയും ചോദിക്കുന്നു, ഇവിടെ 2 സീറ്റ് വേണം, അച്ഛനെയും അമ്മയും, വയസ്സായ അച്ഛനെയും അമ്മയും അവിടെ ആക്കാനാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, സോറി, ഇപ്പോൾ ഇവിടെ ഒഴിവില്ല. അങ്ങനെ നിരാശയോടുകൂടി അവർ തിരിച്ചു വരുമ്പോൾ 5 വയസ്സായ കുട്ടി പുറകിലേക്ക് വീണ്ടും തിരിഞ്ഞു ഓടിച്ചെന്നുകൊണ്ട് മാനേജറോട് പറയാണ്, നിങ്ങൾ 10 വർഷം കഴിഞ്ഞു വരുമ്പോൾ 2 സീറ്റ് ഇപ്പോഴേ ബുക്ക് ചെയ്തിടണം. ഇവർ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു, എന്താണ് ഈ കുഞ്ഞ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു, ഇപ്പോൾ വന്നപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശനെയും മുത്തശ്ശിയാക്കാൻ വന്നപ്പോൾ സീറ്റില്ല. നാളെ 10 വർഷം കഴിഞ്ഞ് നിങ്ങളെ കൊണ്ടുവന്ന് ആക്കാൻ വരുമ്പോൾ ഇവിടെ സീറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ അന്വേഷിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ എന്ത് ചെയ്യണം, 2 സീറ്റ് ബുക്ക് ചെയ്തിടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നാം എന്ത് ചെയ്യുന്നുവോ ജീവിതത്തിൽ അത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഞാൻ എന്താണോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്, എന്നിൽ നിന്ന് എന്താണോ എൻ്റെ മാതാപിതാക്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, അത് തന്നെയാണ് എൻ്റെ മക്കൾ എനിക്ക് തിരിച്ചു തരിക. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന അത്ര വിദ്യാഭ്യാസമോ അത്ര സൗകര്യങ്ങളോ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തരാൻ സൗകര്യമുണ്ടായിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അതൊന്നും അവർക്ക് നാം കൊടുക്കേണ്ട സ്നേഹത്തിൽ കുറവ് വരുത്താൻ ഒരു കാരണമല്ല, ഒരിക്കലുമല്ല. കാരണം നമ്മൾ ഇങ്ങനെയായി ഇത്തരം ഒരു വ്യക്തിത്വമുള്ളവരായി ഈ സദസ്സിൽ അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളെ ഇത്രത്തോളം വളർത്തിയത് നമ്മുടെ മാതാപിതാക്കളുടെ ഒരുപാട് നാളത്തെ അധ്വാനവും അവരുടെ കഴിവും അവരുടെ പ്രയത്നവും ഒക്കെ അതിന്റെ പുറകിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം നമ്മൾ ആഗ്രഹിച്ചതല്ല, അത് നമുക്ക് തന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തമായ കോഴ്സുകൾക്ക് പഠിപ്പിക്കുന്നു, വ്യത്യസ്തമായ മേഖലകളിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചുവിടുന്നു. പക്ഷെ അവർ നാളെ നമ്മളെ നോക്കുന്ന, നമ്മളെ അനുസരിക്കുന്ന, നമ്മളെ അംഗീകരിക്കുന്ന, നമുക്ക് സ്നേഹവും സാന്ത്വനവും നൽകുന്ന മക്കളായി തീരണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആ ബിരുദങ്ങളല്ല കൂട്ടുനിൽക്കുക. ഇവിടെ നിങ്ങൾ കൊടുത്ത അനുഭവങ്ങളാണ്. ഇവിടെ ടു ഫീൽ, അവർക്ക് അനുഭവിക്കാൻ എന്താണോ കഴിഞ്ഞത്. താൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും അവരുടെ മാതാപിതാക്കളോട് എന്താണോ ചെയ്തത് അത് അവരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത കരിങ്കലിൽ കൊത്തിവെച്ചതുപോലെ നല്ല ശിലാഫലകം പോലെ അതങ്ങനെ പതിഞ്ഞു കിടപ്പുണ്ട്. അതാണ് നാളെ നാം വയസ്സാവുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കണമെന്ന്. അപ്പോൾ അതാണ് അവിടുന്ന് പുറത്തു വരിക. തീർച്ചയായും അത്തരമൊരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ആദർശത്തിൽ ഒക്കെ ചിന്തയിൽ മാറ്റം വരുത്തിയതുപോലെ നമ്മുടെ മക്കളോടുള്ള മനോഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും നമ്മളൊരു ആ മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ മാറ്റം ഒരു നല്ലതിനായി തീരട്ടെ. തീർച്ചയായും ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നു നമുക്ക് കൂട്ടാവുന്ന, സ്വർഗത്തിൽ നമുക്ക് കൂട്ടാവുന്ന, നമുക്ക് ഈ ലോകത്ത് യശസ്സുയർത്തുന്ന, നമ്മുടെ അഭിമാനമുയർത്തുന്ന നല്ല മക്കളായി തീരട്ടെ എന്ന്. തീർച്ചയായും അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ചതിക്കുഴികൾ, ഒരുപാട് അപകടങ്ങൾ സമകാലീന ലോകത്ത് കാത്തിരിപ്പുണ്ട് നമ്മുടെ മക്കളെ. ഇന്റർനെറ്റും മൊബൈലും ഒരുക്കുന്ന വലകളിൽ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അവിടെയൊക്കെ തീർച്ചയായും നമുക്ക് അവർക്ക് തെറ്റുപറ്റുമ്പോൾ അവരുടെ കൂട്ടായി നിന്ന് അവരുടെ കൈപിടിച്ചുകൊണ്ട് അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കാനുള്ള ക്ഷമയുള്ള മാതാപിതാക്കളാവുക. ഇന്റർനെറ്റിന്റെ ലോകത്ത് വരുമ്പോൾ ആ ലോകത്തേക്ക് പോകാനുള്ള മാർഗമൊരുക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ മൊബൈലിന്റെ മാർഗമൊരുക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ എല്ലാവരും കാണുക, എല്ലാവരും കൂടുന്ന ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കാനും അത് ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു അനയെ വാങ്ങിയാൽ തൊട്ടി വാങ്ങാൻ ഇത്ര പണിയില്ലല്ലോ.
30,000 40,000 രൂപ വാങ്ങി രൂപ കൊടുത്ത് നിങ്ങൾ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുമ്പോൾ ആ സൗകര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ, സാമാന്യം അത് തുറക്കാനും അടയ്ക്കാനും അതിൽ എന്ത് ബ്രൗസ് ചെയ്യുന്നു എന്നറിയാനുമുള്ള സാമാന്യ വിജ്ഞാനം ഒരു ഉമ്മയ്ക്കില്ലെങ്കിൽ നിങ്ങൾ ആ സാധനം വാങ്ങിക്കൊടുക്കരുത്. അത്രയേ ഞാൻ പറയൂ. ഒരു മൊബൈൽ എടുത്താൽ വാങ്ങിയാൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും അതിൽ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും അല്ലെങ്കിൽ മെസ്സേജുകളും സെർച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരു ഉമ്മയ്ക്ക് അറിയില്ലെങ്കിൽ ആ മകൾ വഴിതെറ്റിപ്പോകുന്നതിൽ, മകൻ വഴിതെറ്റിപ്പോകുന്നതിൽ ഒരു പരിതപിച്ചിട്ട് വേറെ കാര്യമില്ല. അതുകൊണ്ട് നമ്മളും ഈ ലോകത്തെ മാതാക്കളാവുക. നമ്മൾ പഴയ കാലത്തെയല്ല, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കളോടൊപ്പം വളരുക. നമ്മുടെ വിജ്ഞാന മേഖലയും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുന്നുള്ളൂ, നമുക്കും വളർച്ച ഉണ്ടാകുന്നുള്ളൂ. എങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ മുന്നിൽ ഒരിക്കലും ചെറുതാകേണ്ടി വരില്ല. നിങ്ങൾ ആലോചിക്കുക, വിവരമുള്ള മാതാക്കളെയാണ് ഇന്നത്തെ കാലത്ത് മക്കൾ ബഹുമാനിക്കുകയുള്ളൂ. നിങ്ങളുടെ വിവരം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി. ഒരു ഡിഗ്രിക്കും നിങ്ങൾ പോകണ്ട. പക്ഷെ നിങ്ങൾക്ക് വായനയിലൂടെയും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഇന്ന് നിങ്ങളുടെ വീടിനകത്ത് ഇരുന്നാൽ തന്നെയുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോടൊപ്പം വളരാൻ, 14 വയസ്സുള്ള കുഞ്ഞിന് 14 വയസ്സുള്ള ആ മാനസിക തലം മനസ്സിലാക്കുന്ന ഒരു ഉമ്മ വേണം. 5 വയസ്സുള്ളവന് 5 വയസ്സിന്റെ മാനസിക തലം മനസ്സിലാക്കുന്ന ഉമ്മയാവണം. ആ അർത്ഥത്തിൽ വളരുന്ന ആ മകനോടൊപ്പം അല്ലെങ്കിൽ മകളോടൊപ്പം വളരുന്ന ഒരു ഉമ്മയായി തീരാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കിട്ടിയ വിജ്ഞാനത്തിന്റെ ശകലങ്ങൾ അതിനെ ഒരുപാട് വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ അവരുടെ വ്യക്തിത്വ വികാസത്തിന് ഉപയുക്തമായ തരത്തിൽ മാറ്റാൻ അള്ളാഹു അതിന് നമുക്ക് ശേഷിയും ശേബുഷിയും നൽകുമാറാകട്ടെ. നമുക്കതിനുള്ള മാനസികമായ ആർജവവും തന്റെ ഇടവും പകർന്നു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.